जय जनवल्लभा जय गिरिवरदारी जय गिरिवरदारी जय गोपीजनवल्लभा जय गिरिवरदारी जय गिरिवरदारी जय यशोदानंदना जय ब्रजनरंजना जय यशोदानंदना जय ब्रजनरंजना जय यमुन तीरवनचारी जय कुंज बिहारी जय यमुन तीरवनचारी जय कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्णा हरे 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 राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्णा हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्णा हरे 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 राम 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 हरे 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 कृष्ण कृष्णा कृष्णा हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जय राधा नीलमाधव राधा नीलमाधव राधे जय राधा नीलमाधव राधा नीलमाधव राधे जय रुक्मणी देवी जय गौरागदी रुक्मणी देवी जय गौरागदी जय रुक्मणी देवी जय गौरागदी रुक्मणी देवी जय गौरागदी जय जगन्नाथ जय जगन्नाथ बलदेवा जय सुभद्रमयि जय जगन्नाथ जय जगन्नाथ बलदेवा जय सुभद्रमयि जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरानिदाय जय गौरानिदाय गौरानिदाय जय गौरानिदाय जय गौरानिदाय जय गौरानिदाय गौरानिदाय जय गौरानिदाय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव
Gurudev, Gurudev, Jaya Jaya Gurudev, Jaya Jaya Gurudev, 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 Jaya Jaya Gurudev. विघ्न विनाशक नरसिंहदेव भगवान की, भक्त नरसिंहदेव भगवान की जय। हरिदाम संकीर्तन महायज्ञ की जय। हरे कृष्ण महामंत्र युग धर्म की जय। श्रीमद भागवतम भगवद गीता पढ़ने यज्ञ की जय। श्रील प्रभुपाद की जय। श्रील गुरुदेव की जय। गौर प्रमानंदे हरि हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. പ്രഭു സാൻ മാതാജി ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. 1:13. 1:13. എല്ലാവരും എടുക്കുക. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 1-ാം അധ്യായം 13-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. 1-ാമത്തെ അധ്യായം ഭഗവത്ഗീതയുടെ പേര് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള ഈ അധ്യായത്തിൽ കഴിഞ്ഞ 12 ശ്ലോകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് 13-ാമത്തെ ശ്ലോകം. തഥാ ശങ്കാച്ച ഭേരച്ച തഥാ ശങ്കാച്ച ഭേരച്ച കണവാനാക ഗോമുഖാഃ കണവാനാക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്താ സഹസൈവാഭ്യഹന്യന്താ ശബ്ദസുമോലഭവാത് ശബ്ദസുമോലോഭവാത് തഥാ ശങ്കാച്ച ഭേരച്ച തഥാ ശങ്കാച്ച ഭേരച്ച പണവാനാക ഗോമുഖാഃ പണവാനാക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്താ സഹസൈവാഭ്യഹന്യന്താ ശബ്ദസ്തുമോലഭവാത് ശബ്ദസ്തുമോലഭവാത് തഥാ ശങ്കാച്ച ഭൈരച്ച പണവാനാക ഗോമുഖാഃ
സഹസൈവാഭ്യഹന്യന്താ ശബ്ദസ്തു മൂലഭവ തദാ ശങ്കച്ച ഭേരച്ച കണവാനാക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്താ ശബ്ദസ്തു മൂലഭവ. ഒരാളായി. തദാ ശങ്കച്ച ഭേരച്ച കണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്താ ശബ്ദസ്തു മൂലഭവ. ശരി. തതഹ വായിക്കില്ല, ഏറ്റു പറയും. തതഹ പിന്നെ, ശങ്കച്ച ശംഖുകളും, ഗോരാചഹ ചെണ്ടകളും, പണവാനക ഗോമുഖാഹ പണവങ്ങളും അതായത് പെരുമ്പറകളും, ഗോമുഖങ്ങളും, സഹസാ ഏവ പെട്ടെന്നു തന്നെ, അഭിഹന്യന്ത ഒരേ സമയത്ത് മുഴക്കപ്പെട്ടു, സ ശബ്ദ ആ ശബ്ദം, തുമൂലഹ ഒന്നിച്ചു ചേർന്ന് ആഘോഷമായി, എല്ലാ ദിക്കിലും നിറഞ്ഞതായി, അഭവത് ഭവിച്ചു. വിവർത്തനം. എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി ജയ. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. ഓം തത്സത്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാമ്യഹ്യം ദദാതീതോപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിത ശ്രീവിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ജന ഗോരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനേ ഗോദ്വിഷേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോബ്രാഹ്മണ്യ ഹിതായ ച ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചാകൽപതരൂപേച്ഛ കൃപാഹൃതോവേവ ച വദാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. ജയ ശ്രീ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുദായ കൃഷ്ണ പ്രശ്ചായ ശ്രീമതേ മഹാവിഷ്ണു പ്രസാദിനാമ
നമാമി മൂർധന്യ കരുണാരവിന്ദേ ശ്രീഭാഗവത പദസ്മേതസ്യ പ്രചാരണേ ലോകധാരണേ ശ്രീര മഹാവിഷ്ണു. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട പ്രഭു സന്മാതാജി, ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം എത്തിച്ചേർന്നിരിക്കുന്നു. ആ ശ്ലോകം ഇതാണ്: തതഃ ശങ്കാച ഭേരച്ച പണവാനാക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്താ ശബ്ദസ്തു മൂലോ ഭവ. അതിന്റെ അർത്ഥം ഇതാണ്: അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. ഏതിനെ തുടർന്ന്? ഇന്നത്തെ ഈ ശ്ലോകത്തില് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥം പറഞ്ഞിട്ടില്ല, അല്ലെ? നമുക്ക് വിവർത്തനം മാത്രമേ ഉള്ളൂ. ശ്ലോകത്തിന്റെ അർത്ഥം മാത്രമേ ഉള്ളൂ, വിവർത്തനം ഇല്ല. എന്തുകൊണ്ടില്ല എന്ന് വെച്ചാല് ആ ശ്ലോകം തന്നെ, വിവർത്തനം തന്നെ അതിന്റെ അർത്ഥം പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ശരി. ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ തുടർന്ന് എന്നാണ്. ഏതിനെ തുടർന്ന്? അപ്പൊ അത് മുമ്പത്തെ ശ്ലോകം വായിക്കും. 12-ാം ശ്ലോകത്തിൽ 1-ാം അധ്യായം പറഞ്ഞിരിക്കുന്നു: അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖമെടുത്ത് ഊതി. അതിനുശേഷമാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതിനെ തുടർന്ന് മറ്റ് ശംഖ്, ചെണ്ട, കാഹളം, മദ്ദളമൊക്കെ അവരവര് വച്ചിരിക്കുന്നവര് മുഴക്കി. അങ്ങനെ ആ ശബ്ദം എല്ലായിടത്തും അലയടിച്ചു. അങ്ങനെ യുദ്ധ രംഗം ഒന്ന് ഒഴുക്കാൻ തുടങ്ങി, കോലാഹലമായി തുടങ്ങി. അപ്പോ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല്, സഞ്ജയൻ ധൃതരാഷ്ട്രനോട് ചോദിക്കുന്നു കുരുക്ഷേത്ര യുദ്ധകളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന്. അപ്പൊ കുരുക്ഷേത്ര യുദ്ധകളത്തിൽ ദുര്യോധനൻ ദ്രോണാചാര്യന്റെ അടുത്തിരുന്ന് പോയി സംസാരിക്കുകയാണ്. ആ സമയത്ത് സംസാരിച്ചുകൊണ്ടതിന്റെ ഇടയിൽ ഭീഷ്മ പിതാമഹൻ, ദുര്യോധനൻ വളരെ ആഗ്രഹിച്ചാണല്ലോ യുദ്ധം വന്നിരിക്കുന്നത്, അതിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ യുദ്ധം തുടങ്ങി എന്ന് കാണിക്കാൻ വേണ്ടി ഭീഷ്മദേവൻ ശംഖമെടുത്ത് ഊതി. അതിനെ തുടർന്നാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ചെണ്ട, മദ്ദളം, കാഹളമൊക്കെ ഉടനെ ഒരു ശബ്ദം ഉയർന്നതിന് ശേഷം ബാക്കിയെല്ലാം അലയടിച്ച് ഒന്നൊന്നായിട്ട് ആരംഭിച്ച് മൊത്തത്തിൽ അത് ശബ്ദം മുഴങ്ങാൻ തുടങ്ങി എന്നാ പറഞ്ഞു. മനസ്സിലാക്കേണ്ടത്, ഈ വാദ്യങ്ങൾ എന്തുകൊണ്ട് പ്രധാനപ്പെടുന്നു? ഈ ശബ്ദം എത്രത്തോളം, ശബ്ദങ്ങൾക്ക് ഓരോ ശബ്ദത്തിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും മദ്ദളം, ശംഖ്, ചെണ്ട, കാഹളം ഇവയെല്ലാം ഉണർന്നതിന് തൊട്ട് മുമ്പ് ഇതിന് തിരികൊളുത്താൻ ഒരാളുണ്ടായിരുന്നു. ആരാണ്? ഭീഷ്മദേവൻ. ഭീഷ്മദേവൻ എടുത്ത് ശംഖം ഊതിയതിന് ശേഷമാണ് ഒന്നൊന്നായിട്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ആദിയിൽ വചനമുണ്ടായി എന്നാണ് പറയുന്നത്, അല്ലെ? ബൈബിൾ പ്രകാരം ശബ്ദമുണ്ടായി എന്നാണ്, അല്ലെ? ഓംകാരം, പ്രണവം, അതും ശബ്ദമാണ്, അല്ലെ? ശരിയല്ലേ? അപ്പൊ ശബ്ദം ആണ് ആദ്യം ഉണ്ടായത്, അല്ലെ? ഇന്നത്തെ ഈ ശ്ലോകത്തിൽ ഒരു യുദ്ധത്തിന് മുമ്പ് ഒരു ശബ്ദം, യുദ്ധത്തിന്റെ തുടക്കം എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ശബ്ദം ആദ്യമായി ഉണ്ടാക്കിയത് ഇപ്പൊ കാണിക്കുന്നത് പോലെ ഭീഷ്മദേവനാണ്. ആ ശബ്ദത്തിന്റെ ഒരു ശബ്ദമുണ്ടായി, അത് അവസാനിച്ചു ആണോ? അല്ലല്ലോ. അതിനെ പിൻപറ്റി മറ്റു ശബ്ദങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ അതൊരു കോലാഹലം ആയി തുടങ്ങി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. എന്തെങ്കിലും ഒരു സ്വിച്ച് തട്ടിയാ ഫാന് കറങ്ങും, ഫാന് കറങ്ങിയ കാറ്റ് വരും, അല്ലെ? അതിനെ പിൻപറ്റി ഓരോന്നോരോന്നായിട്ട് സംഭവിക്കും, ശരിയല്ലേ? അതാ. അപ്പോ ഒറ്റ ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ശേഷം മറ്റൊരു ശബ്ദം ഉണ്ടായി, അതിനെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് മൊത്തത്തില് ഒരു കോലാഹലം ഉണ്ടായി എന്നാണ് കണ്ടത്, ശരിയല്ലേ? അതാ. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം, ശബ്ദങ്ങൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനും കഴിയും, നമ്മളെ ദുഃഖിപ്പിക്കാനും കഴിയും. ശരിയാണോ?
ആണോ അല്ലയോ? ആണ്. ഇപ്പൊ നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം ഏതാണ് പറയൂ? നമുക്ക് കേൾക്കാൻ, ഓരോരുത്തർക്കും കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം ഏതാണ്? അതായത് സത്യം പറഞ്ഞ അതൊക്കെ പറയുമെങ്കിലും, സംഗീതം അത് എന്നൊക്കെ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ശബ്ദം നമ്മുടെ പേരാണ്. ആണല്ലോ? നമ്മൾ എവിടെ പോയാലും നമ്മുടെ പേര് 4 പേര് പറഞ്ഞ് കേൾക്കുന്നത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല. സത്യസന്ധമായി പറയും. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ തന്നെ പേര് ആണ് ഇഷ്ടം. നമ്മുടെ പേര് 4 പേര് ഉച്ചരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ ഞാനൊരു സംഭവമാണ്, അല്ലെ, ഞാനൊരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നും. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ശബ്ദം ഏതെന്ന് ചോദിച്ചാൽ അവരവരുടെ പേര് 10 പേര് പറഞ്ഞ് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം, അല്ലെ? നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല പേരിടും. എന്താണ് കാരണം? അത് ഏറ്റവും മികച്ചിരിക്കണം, അല്ലെ? അപ്പൊ മക്കൾക്ക് എന്റെ മകൻ എന്ന് പറയുമ്പോൾ അതിലൊരു സുഖം നമുക്കുണ്ട്, അല്ലെ? എല്ലാം എന്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നതില്ല. അപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ നമ്മുടെ പേരാണ് കാരണം എന്ന് കാണിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ആ പേരിലൂടെ നമ്മൾ എന്താണ് എൻജോയ് ചെയ്യുന്നത്? ഞാൻ എന്നുള്ള ഭാവത്തിനെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പോ നമ്മുടെ മക്കള് നല്ല മാർക്ക് മേടിച്ച കണ്ടാടി ഇതെന്റെ മോൻ പഠിച്ച നല്ല മാർക്ക് മേടിച്ചത് കണ്ടാ, ഇതാ. മോൻ ഒരു അടി ഉണ്ടാക്കിയിട്ട് വരികയാണെങ്കിലാ, കണ്ടില്ലേ നിന്റെ മോൻ അടി ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുക, അല്ലെ? അപ്പൊ ആരുടെ മോനായി? നിന്റെ മോൻ. ഭാര്യ ഭർത്താവ് തമ്മിൽ അടിപിടിയില്, അല്ലെ? നല്ലത് വരുമ്പോ എല്ലാം എന്റേതാണ്, ചീത്ത വരുമ്പോ എല്ലാം നിന്റേതാണ്, അല്ലെ? ഈ ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലെ? അപ്പോ ഈ ശബ്ദം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ നമ്മൾ കാരണം നമ്മുടെ പേരായതുകൊണ്ടാണ്. നമ്മുടെ പേര് 4 പേര് കേൾക്കുമ്പോൾ ജയ് എന്താ, ജയ് ശശി തരൂർ, അല്ലെ? ജയ് പിന്നെ പന്യൻ രവീന്ദ്രൻ, ജയ് വേറെ ആരാ BJPക്ക്? ജയ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയും. ജയ് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളിന് എങ്ങനെ ഉണ്ടായിരിക്കും? സ്വന്തമായിട്ട് എന്റെ പേരാണ് 4 പേര് ജയ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു സുഖമാണ്. ആ ഒരു സുഖത്തിന്റെ പുറകെ മേഡം നേരത്തെ പറഞ്ഞതല്ല, ഏത് സംഗീതവും 2ാം റാങ്കിലേ അത് നിൽക്കത്തുള്ളൂ. 1ാം റാങ്ക് ആർക്കാണ്? അവരവരുടെ പേര് ജയ് എന്ന് പറയുമ്പോഴാണ്, അതൊരു 4 പേര് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് അതൊരു മൊരടൻ സൗണ്ടിലാണെങ്കിൽ കൂടിയും അത് കേൾക്കാൻ നമുക്കൊരു സുഖമുണ്ട്, അല്ലെ? കാരണം എന്ന് വെച്ചാല് നമ്മൾ അത്രത്തോളം ഞാനെന്നും എന്റേതെന്നും എന്നുള്ള കാര്യത്തിൽ അറ്റാച്ച്ഡാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ, ഈ 2 വാക്ക് ശ്രദ്ധിക്കാം. ഞാൻ എന്റെ. ഞാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവമാണ് ഞാൻ. എന്റെ പേര് ഇന്നതാണ്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്ന എല്ലാം സംബന്ധിക്കുന്നത് ഞാനാകുന്ന ഈ ശരീരത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്താണ്? ഞാൻ എന്ന് പറയുന്നതിന്റെ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ എന്റെയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ അടുത്ത ലെവൽ അതിന്റെ അനിയൻ ആരെന്ന് ചോദിച്ചാൽ എന്റെയാണ്. എന്റെ എന്ന് പറയുന്നത് പദവിയാണ്. ഞാൻ എന്ന് പറയുന്നത് ശാരീരിക ബോധമാണ്. എന്റെ എന്നുള്ളത് എന്റെ പദവിയിലുള്ള അറ്റാച്ച്മെന്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, എന്റെ മകൻ, അപ്പൊ അത് പദവിയാണ്. അപ്പൊ അച്ഛൻ അമ്മ എന്നുള്ള പദവിയാണ് അവിടെ വരുന്നത്. എന്റെ വീട്, ഈ സ്ഥാപനം ആരുടെ? എന്റേതാണ്. ഇവിടുത്തെ പ്രസിഡന്റ് ആര്? അത് ഞാനാണ്. അപ്പൊ എന്റെ പ്രജകളാണിത്. കാരണം അപ്പൊ ഞാനെന്നും എന്റേതെന്നും നമുക്കുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഭഗവാൻ ഈ ഞാൻ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഈ ശരീരം യഥാർത്ഥത്തിൽ നിന്റേതാണ്, നീ അല്ല. നിന്റേതാണ് ഇപ്പോ, പക്ഷെ അത് നീ അല്ല. അതിനകത്തുള്ള ആത്മാവാണ് നീ എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഈ പദവി എന്നുള്ള സാധനം എന്റേത് എന്ന് നീ അവകാശപ്പെടുന്ന ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ആരുടെ അല്ല? നിന്റേതല്ല. ഇതെല്ലാം അവസാനിക്കാൻ ഒരു മരണം മതിയാവും. പിന്നെ ഇതൊന്നും പിന്നെ ആരുടെ അല്ല? നിന്റേതുമല്ല. ഞാനുമല്ല. ഞാനെന്ന് പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെടുന്ന ശരീര യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരമല്ല. എന്നാൽ എന്റേതെന്ന് ഞാൻ അവകാശപ്പെടുന്നതൊന്നും യഥാർത്ഥത്തിൽ എന്റേതെന്നുള്ള ഇത് എല്ലാ കാലവും നിലനിൽക്കാനും പോകുന്നില്ല. ശരിയല്ലേ? അത് പറയുന്നത് ആരാണ്? ഭഗവാനാണത് പറയുന്നത്. എവിടെയാണ് പറയുന്നത്? അത് പറയുന്ന ഒരു പുസ്തകമാണ്
ഭഗവത്ഗീത. മനസ്സിലായോ? അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടേതല്ലാത്ത ഒന്നിനെ നമ്മുടേതാണെന്ന് നാളെ അവർ പറയുന്നത് കേൾക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? എന്നാൽ ഭഗവാൻ പറയുന്നത് അങ്ങനെ നീ കേൾക്കുന്ന നിന്റേത് എന്ന് അവകാശപ്പെടുന്ന ഒന്ന് യഥാർത്ഥത്തിൽ നിന്റേതല്ല. നീ എന്ന് അവകാശപ്പെടുന്ന ഈ ശരീരവും യഥാർത്ഥത്തിൽ നീ അല്ല. എന്നാൽ ഇതിനകത്തുള്ള ഒരാളാണ് നീ. അതിനെ നീ അറിയുന്നുമില്ല ഇടമടയാ. അതിന് നീ അറിയാനാണ് ഈ മനുഷ്യജന്മം പ്രയോജനപ്പെടുത്തേണ്ടത്. പക്ഷേ അതെങ്ങനെ ശരിയാവും? എല്ലാരും ഇങ്ങനെയല്ലേ ജീവിക്കുന്നത്? എല്ലാരും ഇങ്ങനെയല്ലേ ജീവിക്കുന്നത്? അതുകൊണ്ട് നമ്മളും അങ്ങനെയൊക്കെ ജീവിച്ചാൽ പോലെ. അങ്ങനെ ജീവിച്ചാൽ മതിയോ? ശബ്ദം ക്ലിയർ ആണോ? ശ്രീന ശ്രീധർ ദയവായി മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ശ്രീനാഥ് ശ്രീധർ ദയവായി മ്യൂട്ട് ചെയ്യാം. താങ്ക് യു. അപ്പോ ഭഗവാൻ പറയുന്നത് എല്ലാവരും പോകുന്നത് പോലെയാണ് ഈ ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവരും പോകുന്നത് പോലെ പോവാനല്ല മനുഷ്യ ശരീരം ഭഗവാൻ തന്നിരിക്കും. എല്ലാവരും പോകുന്നത് പോലെ എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ ചെയ്യണം. ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണയെ ആകർഷിക്കുക, സ്വരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുക. ഇതെല്ലാം ശാരീരിക സംബന്ധമായ കാര്യങ്ങളാണ്, ശരീര സംബന്ധമായ കാര്യങ്ങൾ. ഇത് മനുഷ്യ ശരീരത്തിൽ വന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 4 കാര്യങ്ങൾ ചെയ്യാൻ എന്തായിട്ട് പറഞ്ഞാൽ മതി? മൃഗമായിട്ടോ കൃമിയായിട്ടോ കീടമായിട്ടോ പറവകളായിട്ടോ ഏഴജന്തുക്കളായിട്ടോ കീടമായിട്ടോ ജലജീവിയായിട്ടോ നാൽക്കാലിയായിട്ടോ പക്ഷികളായിട്ടോ ജനിച്ചാലും ഈ 4 കാര്യം ചെയ്യാം. ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണയെ ആകർഷിക്കുക, സ്വരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുക. ഇതെല്ലാം ശാരീരികമായ സംബന്ധ വിഷയങ്ങളാണ്. ശരിയല്ലേ? അപ്പൊ ഈ 4 കാര്യം ചെയ്യാൻ മനുഷ്യനായിട്ട് പറക്കേണ്ട ആവശ്യമില്ല. മൃഗമായിട്ട് പറഞ്ഞാലും ആഹാരം കഴിക്കാൻ പറ്റും, ഉറങ്ങാൻ പറ്റും, ഇണയെ ആകർഷിക്കാൻ പറ്റും, സ്വരക്ഷ ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ശരീരവുമായി ബന്ധപ്പെട്ടുള്ള ഇട്ടിരിക്കുന്ന പേരാണ്, അല്ലെ? പൂർവ്വജന്മത്തിൽ നമ്മുടെ പേര് ഇതാണോ? എത്രയോ കോടി ജന്മം നമ്മൾ കഴിഞ്ഞു, അതിനെല്ലാം ഇതേ പേരാണോ ഉള്ളത്? പൂർവ്വജന്മത്തിൽ എത്രയോ ശരീരം നമുക്ക് മാറി മാറി കിട്ടിയിട്ടുണ്ട്. ആ ശരീരമെല്ലാം ഇപ്പോൾ ഈ കാണുന്ന ഇതേപോലെ ശരീരം ആണോ? അല്ല. ഇനി നമ്മൾ മരിച്ചിട്ട് വീണ്ടും ജനിക്കുമ്പോൾ കിട്ടുന്ന ശരീരം ഇപ്പൊ കാണുന്ന ഈ ശരീരമായിരിക്കോ? ശരിയാണ്. ഇപ്പൊ നമ്മുടെ അച്ഛനമ്മയായിരിക്കും അന്നത്തെ അച്ഛനമ്മ. ഇപ്പൊ നമ്മുടെ ഭാര്യ ഭർത്താവായിരിക്കും അന്നത്തെ ഭാര്യ ഭർത്താവ്. ഇന്ന് വന്നിരിക്കുന്ന മക്കളോ ആണോ നമ്മുടെ വാർത്തത്? അല്ല. പക്ഷെ ഇതൊന്നും പറഞ്ഞു തരാൻ ഇവിടെ അറിവില്ല. ഇപ്പൊ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവമുള്ള കാര്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷൻസും സംഭാഷണങ്ങളും ശബ്ദങ്ങളും ഒക്കെയാണ് ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആണോ അല്ലയോ? പക്ഷേ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയുന്നു നമ്മുടെ ലൈഫ് എല്ലാരും ചെയ്യും പോലെ ചെയ്യാനുള്ളതാണ്, മാറി ചെയ്യാനുള്ളത്. കാരണം മാറി ചിന്തിക്കാൻ ആർക്കേ കഴിയത്തുള്ളൂ? ബുദ്ധിയുള്ളവനെ കഴിയത്തുള്ളൂ. അല്ലാതെ മുമ്പേ നടക്കുന്ന ഗോക്കൾ അതിന്റെ പിമ്പേ നടക്കുന്ന ഗോക്കളെ എന്ന് പറയുന്നത് പോലെ, അല്ലെ? മുന്നോട്ട് ഒരാൾ നടന്ന അതിന്റെ പുറകെ അങ്ങ് നടന്നു പോകാൻ ആർക്കെങ്കിലും ബുദ്ധി വേണോ? വേണ്ട. മാറി നടക്കാനാണ് ബുദ്ധി വേണ്ടത്. മനസ്സിലായി? അപ്പൊ ശരി, ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ എന്തുകൊണ്ട് 3 നേരം ആഹാരം കഴിക്കുന്നു? പറയൂ. നമ്മൾ എത്ര നേരം ആഹാരം കഴിക്കുന്നു? എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് പറയട്ടെ. എല്ലാരും 3 നേരമാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3 നേരം കഴിക്കുന്നത്. കേട്ടോ, ഞാൻ ആലോചിച്ച് പറയാം. എല്ലാരും 3. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചായ കുടിക്കുന്നു. എന്തിനാണ് കുടിക്കുന്നത്? എല്ലാരും കുടിക്കുന്നു, ഞാനും ചായ കുടിക്കുക. അത് അല്ലെങ്കിൽ അതൊരു കുറവ് പോലെയാണ്. കേട്ടോ, മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളും അത് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? അതാണ്. എല്ലാരും സ്കൂളിൽ പോകുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിൽ വിടുന്നത്. സത്യം. നമ്മൾ കുറെ കാലം മാസ്ക് വെച്ചുകൊണ്ട് നടന്നു. എന്തുകൊണ്ടെന്ന് അറിയാമോ? എല്ലാരും വെച്ചിരിക്കുകയാണ് മാസ്ക്. കേൾക്കുന്നുണ്ടോ? അതാണ് കാര്യം. പ്രസന്റേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. എവിടെ? കല്യാണത്തിൽ പോകുമ്പോൾ. എന്തിനെന്നറിയാമോ? എല്ലാരും കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കാതിരിക്കും? കേൾക്കുന്നുണ്ടോ? പ്രസന്റേഷൻ കൊണ്ടുവരണമെന്ന് ആരെങ്കിലും കല്യാണത്തിൽ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ വരുമ്പോൾ മറക്കാതെ എന്ത് കൊണ്ടുവരണം? പ്രസന്റേഷൻ കൂടെ കൊണ്ടുവരണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ എല്ലാവരും പ്രസന്റേഷൻ കൊടുക്കുന്നത് കൊണ്ട് നമ്മളും കൂടെ കൊടുക്കുന്നു. ശരിയാണോ അല്ലയോ? ആണ്. അങ്ങനെ ഏതൊരു കാര്യവും നമ്മൾ എടുത്തു നോക്കിക്കേ, എല്ലാരും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളും ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ചോറ് കഴിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ ചോറാണ് കഴിക്കുന്നത്. ആഹാരം ചോറാണ് കഴിക്കുന്നത്.
എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ചുറ്റുവട്ടത്തിൽ എല്ലാവരും എന്ത് കഴിക്കുന്നു? ചോറ് കഴിക്കും. നമ്മൾ അമേരിക്കയിലാണ് ഇരുന്നെങ്കിൽ ചോറ് കഴിക്കോ? അവിടെ വേറെ ഒരുപാട് വേറെ സാധനങ്ങളുണ്ട്, അതാണ് കഴിക്കുന്നത്. കാരണം എന്നറിയോ? അവിടുത്തെ എല്ലാവരും എന്താണ് കഴിക്കുന്നത്? അതുകൊണ്ട് അവിടെ പോകുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യണതാണ് ആര് ചെയ്യണത്? മനസ്സിലായോ? അല്ലാതെ നമുക്കെന്ന് പറഞ്ഞൊരു വ്യക്തിത്വം ഒന്നും നമുക്കില്ല. അതാണ് സത്യം. എല്ലാവരും ചെയ്യണ ഞാനും ചെയ്യും, അത്രയും പറഞ്ഞു. അപ്പോ എല്ലാരും ചെയ്യും പോലെ ചെയ്യാനാണ് എല്ലാരും ഇഷ്ടപ്പെടുന്നത്. വരും. ഓക്കെ, സംസാരിക്കാം. അപ്പോ ഒരു മിനിറ്റ് ദയവായി എല്ലാവരും ക്ഷമിക്കുക. ഒരു ഡിസ്കഷൻ, ഒരു മിനിറ്റ് വയ്ക്കാം. അപ്പോ ദയവായി ക്ഷമിച്ചാലും, ഒരാൾ ഇവിടെ വേറൊരു ആവശ്യമായിട്ട് വന്നു, അതുകൊണ്ട് സംസാരിക്കേണ്ടി വന്നു. ദയവായി ക്ഷമിച്ചാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മളെല്ലാം ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരാൾ കൂവിയ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും കൂവും. സംശയം എന്ത്? ഒരു ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നു, ഒരാൾ കൂവി, ആ ഏരിയയിലുള്ള എല്ലാവരും കൂവും. ശരിയല്ലേ? ആണല്ലോ? ആ, ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചു, ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആരും കൈപ്പൊക്കിയില്ല. നമ്മൾ കൈപ്പൊക്കോ? നമ്മളൊക്കൂല. എന്നാൽ ഒരാൾ ചോദിച്ചപ്പോ ഒരുപാട് പേര് കൈപ്പൊക്കി, നമ്മൾ കൈപ്പൊക്കൂലേ? എപ്പോ എന്താണത് ചോദിക്കുന്ന പോലെ അറിഞ്ഞൂടാ, നമ്മളും കൈപ്പൊക്കും. എല്ലാരും ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാള് നമ്മളെ നോക്കി മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ കഴിയൂലേ? മറ്റുള്ളവരുടെ വായിന്ന് വരുന്ന ശബ്ദങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുമോ ഇല്ലയോ? കഴിയും. ഉദാഹരണത്തിന് നമ്മളെ പേര് വെച്ച് ഒരാൾ വിളിച്ചാൽ നമ്മൾ അവിടെ നോക്കി ചിരിക്കും, ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പേരിന്റെ മുമ്പ് എന്തെങ്കിലും ചേർത്താണ് വിളിച്ചെങ്കിൽ ഉടനെ അദ്ദേഹത്തിനെ നോക്കി നമ്മൾ ഒന്ന് മുരളും, ദേഷ്യപ്പെടും. ആണല്ലയോ? ആ, നമ്മളെ സ്നേഹപൂർവ്വം പറയുന്ന വാക്കുകൾ അനുസരിച്ച്, മറ്റുള്ളവരുടെ വായിന്ന് വരുന്ന സ്നേഹപൂർവ്വം വരുന്ന വാക്കുകൾ അനുസരിച്ച് നമ്മുടെ മുഖത്തും നമ്മുടെ ശരീര ഭാഷയും മാറും. ആണല്ലോ? ഒരാളെ സ്നേഹപൂർവ്വം സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശൃംഗാരഭാവം പുറത്തു വരും. എന്നാൽ ഒരാൾ നമ്മൾ നോക്കി 4 ചീത്ത, ഉടനെ നമ്മുടെ രൗദ്രഭാവം വെളിയിൽ വരും. അല്ലെ? അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ വായിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ നമ്മുടെ ലൈഫിൽ ഗണ്യമായ ചേഞ്ചസ് വരുത്തുന്നു എന്നുള്ളത് സത്യമാണോ? സത്യമാണോ? ആണോ അല്ലയോ? അപ്പോ മറ്റുള്ളവരുടെ വായിൽ വരുന്ന വാക്കുകൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, ഏത് വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ചെവി വഴിയാണ്. അല്ലെ? വലിയ ഒരു വേദിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു പേര് വെച്ച് ഒരാൾ വിളിച്ചു. അത്രയും പേര് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആര് ശ്രദ്ധിക്കും? ആ പേരിന്റെ ഉടമ അത് ശ്രദ്ധിക്കും. ആണല്ലോ? വലിയൊരു വേദി, ഒരുപാട് ആൾക്കാർ പോകുന്നു, എന്നെ ആരോ വിളിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. അല്ലെ? അപ്പൊ അത്രയും കോലാഹലത്തിനിടയിൽ നമ്മുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ ചെവി, അത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. എത്ര തിരക്കിന്റെ ഇടയിലും നമ്മളെ പേര് വിളിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. വേറെ ആരും തിരിഞ്ഞു നോക്കിയില്ല, പക്ഷെ ആ പേരിന്റെ ഉടമ കറക്റ്റ് തിരിഞ്ഞു നോക്കി. കാരണം എന്ത്? അത്രത്തോളം വലുതാണ് നമ്മുടെ ശാരീരിക ബോധം. അതാണ് കാരണം. ശരി, പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാല്, മറ്റുള്ളവരുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഏതൊരു ശബ്ദവും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് സത്യമാണോ അല്ലേ? സമ്മതിക്കുന്നുണ്ടല്ലോ? ഈ ചെവിക്ക് മറ്റുള്ള നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ. അതിൻ്റെ കൂടെ ഈ ഇന്ദ്രിയങ്ങളില് ശരിയായ ഇന്ദ്രിയങ്ങൾ എപ്പോഴും അറിവ് സ്വീകരിക്കുന്ന മാധ്യമങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തിലെ അറിവ് സ്വീകരിക്കുന്നത്. ശരിയാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, തൊക്ക്. ശരി.
ഇതിലൂടെയാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് അറിവ് സ്വീകരിക്കുന്നത്. ശരിയല്ലേ? ശരിയാ. എന്നാൽ ഈ അറിവ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഈ ഓരോ വിഷയത്തിനെയും കണക്ട് ചെയ്ത് മനസ്സ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ അത് നമ്മുടെ അറിവ് സ്വീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ശരിയാണോ? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ കിട്ടിയ അറിവ് നമ്മളിലേക്ക് ഉപകാരപ്പെടും. കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ ഇല്ലെങ്കിൽ, ശ്രദ്ധ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഒരു പരിപാടിയാണ് ശ്രദ്ധ. ശ്രദ്ധ ഇല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യം ഓർക്കില്ല. നമ്മൾ കേൾക്കുന്ന കാര്യം മനസ്സ് അതിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാൻ നമ്മൾ തൊട്ട് അങ്ങനെ പോവുകയാണെങ്കിലും അതിന് നമ്മുടെ ശ്രദ്ധ വരുമ്പോഴാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ അറിവ് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളെയും ഒരാൾ സഹായിച്ചാൽ മാത്രമേ അതിലൂടെ കിട്ടുന്ന അറിവ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഏതാണ് ആള്? മനസ്സാണ്. ഇന്ദ്രിയ വിഷയങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോഴാണ് അത് അങ്ങോട്ട് നമ്മൾ മാറുന്നത്. നമ്മൾ വെറുതെ കണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷെ ആ കാണുന്ന കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ മനസ്സും കൂടെ ഫോക്കസ് ചെയ്താൽ മാത്രമേ അത് നമ്മളെ ആകർഷിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ഒരാൾ ഒരു പേര് വിളിക്കുമ്പോൾ നമ്മൾ കേട്ടെങ്കിലും ബോധം വരില്ല. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൽ ശ്രദ്ധ വരും. നമ്മൾ കാണുന്ന വിഷയത്തിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല. എന്നാൽ മനസ്സ് അതിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ കൂടുതൽ ശ്രദ്ധിച്ച് കാണാൻ തുടങ്ങും. മനസ്സിലായോ? അങ്ങനെ ഈ 5 ഇന്ദ്രിയ വിഷയങ്ങളിൽ മനസ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇന്ദ്രിയങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ. ശരിയാണോ? ശരിയാ. ഒരു കാര്യം മനസ്സിലാക്കും. ചെവി എന്നുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കേൾക്കുന്നുണ്ടോ? ചെവി എപ്പോൾ മുതലാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാമോ? മനുഷ്യന്റെ ഭ്രൂണ വളർച്ചയിൽ വയറ്റിൽ നമ്മളെല്ലാം വയറ്റിലുണ്ടായിരുന്നു അമ്മയുടെ, അല്ലെ? ആദ്യത്തെ 2 മാസം മുതൽ, ആദ്യത്തെ 2ാമത്തെ മാസം തുടങ്ങും മുതൽ നമ്മുടെ ചെവിയുടെ വർക്ക് സ്റ്റാർട്ടാണ്. അപ്പോ മനസ്സിലാക്കേണ്ടത് പ്രഹ്ലാദൻ പ്രഹ്ലാദനല്ലേ വയറ്റിലുണ്ടായിരുന്നപ്പോ തന്നെ നാരദ മഹർഷി അമ്മയ്ക്ക് പറഞ്ഞ കഥകളെല്ലാം കേട്ടു. ശരിയല്ലേ? ശരിയാ. അതേപോലെ അഭിമന്യു അല്ലെ ഉത്തരയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ തന്നെ ചക്രവ്യൂഹത്തിൽ കയറുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ അത് എവിടെ നിന്ന് കേട്ടാണ് പഠിച്ചത്? അമ്മയുടെ വയറ്റിൽ ഇരുന്ന് കേട്ടാണ് പഠിച്ചത്. അപ്പോ ഇന്ദ്രിയങ്ങളിൽ, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ ചെവി എന്നുള്ള ഇന്ദ്രിയമാണ് ഏറ്റവും ആദ്യം തന്നെ ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ചെവിയുടെ ശക്തിയാണ് ഞാൻ പറയുന്നത്. അതേപോലെ നമ്മുടെ ലൈഫിൽ ഏറ്റവും അവസാനം പണിമുടക്കുന്ന ഇന്ദ്രിയം ഏതാണ്? മരണം എല്ലാ പണി മുടക്കുമല്ലോ, മുടക്കിപ്പിക്കുമല്ലോ. അതിൽ ഏറ്റവും അവസാനം പണിമുടക്കുന്ന ഇന്ദ്രിയങ്ങൾ ഏതെന്നറിയാമോ? ചെവിയാണ്. ഇതേ ചെവിയാണ് ഏറ്റവും അവസാനവും പണിമുടക്കുന്നത്. ഏറ്റവും ആദ്യം ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്ന ഇന്ദ്രിയം ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളിൽ ചെവിയാണ്. അതുപോലെ ഏറ്റവും അവസാനം പണിമുടക്കുന്ന ഇന്ദ്രിയം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ചെവിയാണ്. എന്റെ ഗുരു മഹാരാജ് ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി ഗുരു മഹാരാജ് പറയുന്ന വാക്കുകൾ നമ്മൾ എല്ലാ ദിവസവും നമ്മളൊരു മെസ്സേജ് അയക്കും. പേഴ്സ് ഓഫ് വിസ്ഡം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ 2-3 ദിവസത്തിൽ ചെവിയെ കുറിച്ചുള്ള മഹാത്മ്യമാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന വാക്കാണ് ഞാനിപ്പോ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ലൈഫിൽ ഏറ്റവും ആദ്യം ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്ന ഇന്ദ്രിയം എന്ന് പറയുന്നത് ചെവിയാണ്. ഏറ്റവും അവസാനം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പണിമുടക്കുമ്പോൾ അവസാനം പണിമുടക്കുന്ന ഇന്ദ്രിയം എന്ന് വെച്ചാൽ ചെവിയാണ്. കേട്ടോ? മരിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ നമ്മൾ കാഴ്ച മങ്ങും, കാഴ്ച മൊത്തം ശരീരവും വർക്കൗട്ട് ആവൂല. എന്നാൽ അവസാന നിമിഷം പറയുന്ന ഈ വാക്ക് അതിന് കേൾക്കാൻ പറ്റും. തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അത് കേൾക്കുന്നു. അതാണ് ഏറ്റവും അവസാനം നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ഉടനെ നമ്മൾ എന്ത് സഹായിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് ശ്വാസം മുട്ടിപ്പിക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണമെന്നല്ല, പക്ഷെ ഏറ്റവും അത്യാവശ്യം അതിനേക്കാൾ പ്രാധാന്യം ചെവിയില് ഹരിനാമ ജപം നമ്മൾ പറഞ്ഞു കൊടുക്കണം. എല്ലാ ഒച്ചത്തിൽ അദ്ദേഹം മരിക്കാറായാകുമ്പോൾ നമ്മുടെ കൺമുമ്പിലായിരിക്കും മരിക്കാറാകുമ്പോൾ ഉടനെ നമ്മൾ എന്ത് പറഞ്ഞോണം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയണം. മരിക്കാറാകുമ്പോൾ ആൾക്കാർ കാശിക്ക് പോകും. എന്നറിയാമോ? എല്ലാവരും പറയണം കാശിക്ക് പോകണം. കാശിക്ക് പോയാൽ തിരിച്ചു വരില്ല എന്നാണ്. കാരണം എന്ത്? മോശം കിട്ടുന്ന. യഥാർത്ഥത്തിൽ എന്താണ് കാരണം? കാശിയിൽ പോയാൽ ഇപ്പൊ ഈ ചെവിയിൽ മരണസമയത്ത് ഹരേ കൃഷ്ണ മാമന്ത്രം പറയുന്നില്ലേ? ആ ജോലി ആരേറ്റെടുത്തോളും? ശിവഭഗവാൻ. ശിവഭഗവാൻ നേരിട്ട് വന്ന് നമുക്ക് കാശിയിൽ വെച്ച് മരിക്കുന്ന ആൾക്കാരുടെ ചെവിയിൽ ആര് പറഞ്ഞു കൊടുക്കും? ഏത് മന്ത്രം പറഞ്ഞു കൊടുക്കും?
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ശിവഭഗവാൻ കാശിയിൽ വെച്ച് മരിക്കുന്നവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് എല്ലാവരും എവിടെ പോണത്? കാശി പോകും. ഇന്ന് നമ്മുടെ സ്വന്തക്കാരെങ്കിലും നമ്മുടെ കൺമുമ്പിൽ മരിച്ചാൽ ശിവഭഗവാൻ ചെയ്യുന്ന സർവീസ് നമുക്ക് ഏറ്റെടുത്തൂടെ? നമ്മൾ ഉടനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം അവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. കാരണം ഏറ്റവും അവസാനം പണി മുടക്കുന്ന ശരീരത്തിലുള്ള അവയവം ഏതെന്ന് ചോദിച്ചാൽ ചെവിയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറയണം. അപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ചെവിയുടെ ആ ശരീരത്തിലുള്ള ചെവിയുടെ സഹായം ഉൾക്കൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. ഓക്കെ, അതാ. അപ്പോൾ ഈ ചെവിക്ക് അത്രയും മാസ്മരികതയുണ്ട്. അതേപോലെ ചെവിയുടെ മാസ്മരികത മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ഉദാഹരണം പറയാം. 30 വർഷം നന്നായി വളർത്തി ഒരു മകൻ, അമ്മയോട് ഭയങ്കര സ്നേഹം. മകൻ ഒരിക്കൽ കല്യാണം കഴിച്ചു. മനസ്സിലായ പറഞ്ഞതിനർത്ഥം? ഇപ്പോ ഇത്രയും വർഷം കണ്ടുപിടിക്കാത്ത ഒരുപാട് കുറ്റങ്ങൾ അമ്മയിലുള്ള കാര്യം ആർക്ക് മനസ്സിലായിട്ടുണ്ട്? മകന് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി? ഈ ചെവിയാണ് അതിന് കാരണം. ആരാണ്? ഇപ്പൊ പുതിയതായിട്ട് വന്ന് കയറിയ ഭാര്യ A to Z അമ്മയുടെ കുറവുകൾ ഡെയിലി കിടക്കുമ്പോൾ ആർക്ക് ഈ ചെവിയിൽ ഓതി 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 എന്നിട്ട് ഇദ്ദേഹം നോക്കുമ്പോൾ ശരിയാണ്, അമ്മയ്ക്ക് ഇത്രയും കുറവുകളുണ്ടെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട്, കല്യാണം കഴിച്ച് 1-2 മാസം കൊണ്ട് തന്നെ ആ മകന് മനസ്സിലായി. അപ്പൊ ഭാര്യ ഭർത്താവിനെ വരുതിയിലാക്കാൻ ഉപയോഗിക്കുന്ന ഭർത്താവിന്റെ ശരീരത്തിലുള്ള അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ചെവിയാവുന്ന അവയവത്തിനെ പിടിച്ചാണ് ഇത്രയും അനുസരണയുള്ള ഈ പയ്യനെ ഭാര്യയുടെ പക്ഷത്തേക്ക് ഭാര്യ വലിച്ചെടുക്കുന്നത്. ശരിയാണോ? അപ്പൊ ചെവിക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ? ശക്തി. ചെവിയിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് ശക്തിയുണ്ടോ ഇല്ലയോ? നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ ബോധമണ്ഡലത്തിനെ മാറ്റുമെന്നുള്ളത് ശരിയാണോ? നമ്മുടെ സ്വഭാവം തന്നെ ഈ കേൾക്കുന്ന ശബ്ദത്തിലൂടെ മാറിപ്പോകും എന്നുള്ളത് ശരിയാണോ? അമ്മ പറയാണ്, നീ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഇത്രയും ഒരു മാറ്റം വരുത്താൻ ചെവിയാണ് കാരണമായത്. ശബ്ദമാണ്, ചെവിയിലൂടെ വരുന്ന ശബ്ദങ്ങളാണ് കാരണം. ഒരാള് ഒരു പശുവിനെ പശുവിനല്ല, ഒരു നല്ല ഒരു അല്ലല്ലോ, ഒരാള് നല്ല നല്ല സൈസുള്ള ഒരു പശുവിനെ ഒരാൾ കൊണ്ടുപോവുക. ഓക്കെ, ആ പശുവിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോ ഒരാൾ പറഞ്ഞു, ആ പശുവിനെ എനിക്ക് വേണം. ഉടനെ പോയി ചോദിച്ചാൽ അവൻ തരൂല. തരൂല. അപ്പോ അവരൊരു പ്ലാൻ ചെയ്യും. എന്താണ്? അവര് 5 പേരടങ്ങുന്ന ഒരു സംഘമായി ഒരു പ്ലാൻ ചെയ്യും. എന്നിട്ട് 5 സ്ഥലത്ത് പോയി നിന്നു. അതിന്റെ സൂത്രധാരൻ 5 സ്ഥലത്ത് അവിടെ നിൽക്കാൻ പറ്റും. എന്നിട്ട് ഇയാൾ ഈ പശുവിനെയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. വരുമ്പോ ആദ്യത്തെ ഒരുത്തൻ പറയാണ്, എന്താണ് നീ അയ്യേ കവിതയും കൊണ്ട് പോണം. ഉടനെ അവൻ വിചാരിച്ച് വട്ടൻ ഞാൻ പശുവിനല്ലേ കൊണ്ടുപോകണം, കവിത നാമ പറ, അവന് കവിതയും പശുവിനെ തിരിച്ചറിഞ്ഞോടാത്തവനായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ പശുവിനെയും കൊണ്ട് അയാൾ ഫ്രണ്ടിൽ പോയി. കുറെ കഴിഞ്ഞപ്പോ വേറൊരുത്തൻ പറയാണ്, അയ്യേ കവിതയും കൊണ്ട് നീ പോകുന്നോ, പശുവിനെ എങ്ങനെ നോക്കുന്നോ അതുപോലെ നീ കവിതയാണോ നോക്കുന്നതെന്ന് ഇവരുടെ ടീമിലുള്ള വേറൊരുത്തൻ അതേ ആളിനോട് പറയുക. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോ അവൻ ശരിക്കും ഒന്ന് നോക്കി, ഞാൻ കൊണ്ടുവന്ന പശു മാറി കഴുതയെ വല്ലതും പിടിച്ചോണ്ട് വരികയാണോ നോക്കിയിട്ട് മൊത്തത്തിൽ പശുവാണോ കഴുതയാണെന്ന് അതിനെ ഒന്ന് നോക്കിയിട്ട് പിന്നെ മനസ്സിലായി ഇവനും വിവരമില്ലാത്തവനാണ്. കാരണം എന്ത്? ഞാൻ പശുവിനെ തന്നെയാണ് കൊണ്ടുപോകണം. കുറേ കൂടെ കഴിഞ്ഞപ്പോ വേറെ ഇവരുടെ ടീമിലുള്ള മറ്റൊരാൾ പറയാ, നീ എന്തിനാണ് പശുവിനെ കഴുതയും കൊണ്ട് നടന്നു പോണത്? നീ അതിന്റെ പുറത്ത് കയറിയാ പോരെ, കഴുത ഭാരം ചുമക്കുമല്ലോ, നീ അതിന്റെ പുറത്ത് കയറി ഇരുന്നൂടെ, പിന്നെ എന്തിനാ വെറുതെ അതിനെയും നീ വലിച്ചോണ്ട് പോണത്? നിന്നെയല്ലേ കഴുത വലിക്കേണ്ടത്, അല്ലാതെ കഴുതയാണോ നീ വലിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അവൻ ശരിക്കും ഒന്ന് ഞെട്ടി, ശരിക്കും ഒന്നുകൂടെ നോക്കി, ഇത് കഴുതയാണ് പശു. ഇപ്പോ ശരിക്കും കശി ഒന്ന് പേടിക്കാൻ തുടങ്ങി, ഇത് കഴുതയാണോ പശുവാണോ? ചെറിയൊരു ഡൗട്ട്. 3 പേരും ഒരേപോലെ കഴുതയാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത് കഴുത തന്നെ ആണോ, നീ എനിക്ക് വല്ലോ മാറിപ്പോയതാണോ? കാരണം 3 പേർക്കും തെറ്റിയിട്ടില്ല, അപ്പൊ എനിക്ക് തെറ്റിയതാണ് എന്നും കൂടെ ഒരു ഡൗട്ട് അടിക്കാൻ തുടങ്ങി. എന്നിട്ടും ഇയാൾ എന്ത് ചെയ്തു? കുറച്ച് ഉറപ്പുണ്ട്, ഇനി അങ്ങോട്ട് ജനവാസമുള്ള ഏരിയ വരാൻ പോവുകയാണ്. ഇത്രയും നേരം അത്ര ജനവാസം ഇല്ലാത്തൊരു ഏരിയ. 4-മൻ കണ്ടിട്ട് പറയാണ്, നിന്നെ പോലൊരു മണ്ട ഈ ലോകത്തുണ്ടോ?
ഒരു പശു ഒരു കഴുതയെ കൊണ്ടുപോകുന്നത് പോലെ ആണോ നീ മൂക്ക് കയറൊക്കെ വെച്ച് സോറി പശുവിനെ കൊണ്ടുപോകും പോലെ ആണോ ഈ മൂക്ക് കയറൊക്കെ ഇട്ട് കഴുതയെ കൊണ്ടുപോകണത്? നിനക്ക് വേറെ ജോലിയില്ലേ? ഇതിനേക്കാളും നീ 2 പശുവിനെ വാങ്ങിച്ച് വളർത്തിയാൽ പോരെ, ഈ കഴുതയെ കൊണ്ട് ഇങ്ങനെ നീ നടക്കണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആകെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അവസാനം ഒരാള് ഈ കഴുതയെ നീ കൊടുക്കുന്നുണ്ടോ? എനിക്കൊരു കഴുതയുടെ ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്തെന്ന് അറിയാമോ? അറിയാതെ ആ പശുവിനെ കൊടുത്ത് അവൻ തരണ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകാം. മനസ്സിലായോ എന്താണ് അവിടെ സംഭവിച്ചത്? ആൾക്കാരുടെ ശബ്ദം നമ്മുടെ സ്വഭാവം മാറ്റിമറിക്കും, നമ്മുടെ ചിന്താഗതി മാറ്റിമറിക്കും. ശരിയാണോ? ചെവിക്ക് അത്രയും ശക്തിയുണ്ട്. ഈ ടെററിസ്റ്റുമാരെല്ലാം കൊച്ചിലെ ആൾക്കാരെ എടുത്ത് ബ്രെയിൻ വാഷ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? ഈ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ചെവിയിൽ ഓതി ഓതി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോൾ എന്താണോ കേട്ടത് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. മനസ്സിലായോ? നമ്മൾ ഉറങ്ങാൻ നേരത്ത് കാണുന്ന സ്വപ്നങ്ങളെല്ലാം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കേട്ട കാര്യങ്ങളെ കുറിച്ചാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറങ്ങാൻ നേരത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ കുറെ കേട്ട കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ സ്വപ്നം കാണുക. ഉദാഹരണത്തിന് നിങ്ങളൊരു സിനിമ കണ്ടു, ഒരു ടെറർ സിനിമ, എന്താ ഹൊറർ ടെറർ സിനിമ. നമ്മൾ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് രാത്രി 12 മണിയുടെ ഷോ കഴിഞ്ഞാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും എന്ത് ശബ്ദം കേട്ടാലും നമ്മൾ പേടിക്കില്ലേ? എപ്പ പേടിച്ചെന്ന് ചോദിച്ചാൽ അല്ലേ, വീട്ടിൽ വന്ന് കോണിംഗ് ബെൽ അടിക്കുമ്പോൾ ആ വീട്ടിനകത്ത് ആരോ ഉണ്ടോ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ? എന്നിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ കാണുന്ന ഞെട്ടിയൊക്കെ. കാരണം എന്ത്? നമ്മൾ കുറച്ചു നേരത്തെ കണ്ട സ്വപ്നങ്ങളെ, ആ സിനിമയെ കുറിച്ചാണ് ഉറങ്ങിയപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ചാടി വയ്ക്കുമ്പോഴും നമ്മൾക്ക് ഉടനെ പേടിയും ടെൻഷനൊക്കെ വരും. ഈ ഹൊറർ സിനിമയുടെ സൗണ്ട് വൈബ്രേഷൻ എങ്ങനെ ഉണ്ടായിരിക്കും ആലോചിച്ചു? എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് ഞെട്ടും. കാരണം എന്ത്? നമ്മളെ പേടിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ഏത് ഇന്ദ്രിയങ്ങൾക്കാണ്? സൗണ്ടിന് ഭയങ്കര ശക്തിയാണെന്ന് അല്ലേ? പേടിപ്പിക്കാൻ ഒരാളെ വിരട്ടിയാ പേടിക്കൂലേ? ആടിച്ച് നിന്റെ പല്ലിളകി കളയും എന്ന് പറഞ്ഞാ കേൾക്കുന്ന പേടിച്ച്. പിള്ളേരെ പറയും, ഞാൻ വരുമ്പോ പഠിച്ചു വെച്ചില്ലെങ്കിൽ നിന്നെ ആടിച്ച് നിന്നെ പഠിച്ചളയെന്ന് പറയുമ്പോ പിള്ളേര് പേടിക്കും. ആ ശബ്ദത്തിന് അത്രയും ശക്തിയുണ്ട് അല്ലേ? ആണോ അല്ലയോ? അതാ. അപ്പോ ഈ ശബ്ദങ്ങൾക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ കഴിയും. ശബ്ദങ്ങൾക്ക് നമ്മളെ നന്നാക്കാനും കഴിയും. നമ്മൾ പറഞ്ഞോടെ പിള്ളേർ പഠിച്ചു വെച്ചിരിക്കുന്നില്ലേ? കാരണം എന്താ? ആ ശബ്ദത്തിന് ഒരാളെ നന്നാക്കാനും പറ്റും, നശിപ്പിക്കാനും പറ്റും. ആണോ അല്ലയോ? ഞാൻ പറഞ്ഞു വരുന്നത് ശബ്ദം നമ്മുടെ സ്വഭാവം മാറ്റിക്കളയും. ആദിയിൽ വചനമുണ്ടായി, പ്രണവം ശബ്ദമാണ് അല്ലെ? അതെ. അപ്പൊ ഈ ശബ്ദങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. എല്ലായിടത്തും കൊണ്ട് ചെവി വയ്ക്കരുത് എന്ന് കേട്ടിട്ടില്ലേ? എല്ലായിടത്തും തലയിടരുത്, എല്ലായിടത്തും നിങ്ങളുടെ ചെവി കൊടുക്കരുത് എന്നൊക്കെ നമ്മൾ പിള്ളേരെ ഉപദേശിക്കും. എന്താണ് കാരണം? തലയിട്ട് ചെവി കൊടുത്താൽ സ്വഭാവം മാറിപ്പോവും, നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ കുറച്ചെന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, നീ അവിടെ പോയി തലയിടരുത്, ചെവി കൊടുക്കരുത്. ആരെങ്കിലും പറഞ്ഞാൽ നീ അഭിപ്രായം പറയാതെ മിണ്ടാതെ ചെവി കൊടുക്കാൻ പോകരുത്, അവിടെ പോയി കേൾക്കാൻ നിൽക്കരുത്. കാരണം എന്ത്? കേട്ട ഇതുമായിട്ട് കണക്ട് ഇടാം, ചെവിയും വായുമായിട്ട് കണക്ട് ഇടാം. എന്താ? ആണോ അല്ലയോ? നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി എന്തോ പുതിയ ഒരു അറിവ്, ഒരു സൂപ്പർ ന്യൂസ് കേട്ടു, നിങ്ങളുടെ തല വെടിക്കാൻ തുടങ്ങും. നിങ്ങളുടെ അല്ല, നമ്മുടെ തല വെടിക്കാൻ തുടങ്ങും. എന്താ? കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പറയണം. അതാണ്. കേട്ട് മിണ്ടായിരിക്കോ? കേട്ട ആൾക്കാർ മിണ്ടാതെ ഇരിക്കുമോ? കേട്ട ആൾക്കാർ പറഞ്ഞിരിക്കും, സംശയമൊന്നും വേണ്ട. അപ്പൊ കേട്ടാൽ നമ്മൾ മക്കളെ പറഞ്ഞു വിടുകയാണ്, അവിടെ എന്തോ പ്രശ്നം നടക്കുന്നു തോന്നുന്നു, നീ അവിടെ പോയി തലയിടരുത്. തലയിടുക ഉദ്ദേശിക്കുന്നത് പോയി കേൾക്കാൻ നിൽക്കരുത്. നമ്മൾ ഏതൊരു കാര്യം നടക്കുമ്പോൾ അവിടെ പോയി ഇങ്ങനെ നിൽക്കും. എന്തിനാണ് നിൽക്കുന്നത്? കാണാനല്ല, കേൾക്കാനാണ്. അവിടെ എന്ത് നടന്നെന്നുള്ളത് നമുക്ക് കേൾക്കണം. അവിടെ പോയി അതെന്ത് പറ്റി, ഇതെന്ത് പറ്റി, എന്താ അവിടെ കൂട്ടം, എന്താ ആള് കൂടിയിരിക്കുന്നത്? അപ്പൊ അത് ചോദ്യവും അത് നമ്മൾ ഉത്തരവും കിട്ടുന്നുണ്ട്. അപ്പൊ അത് വാ ചെവി ഇത് രണ്ടും കണക്കിടാം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടും, ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ ചെവി കൊണ്ട് കേൾക്കും. ശരിയല്ലേ? അതാ. അപ്പൊ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ 4 പേരെടുത്ത് പോയി പറയില്ലേ?
അപ്പോ അത് കേട്ടോണ്ടിരിക്കുന്ന ആളിന് ചിലപ്പോ ഇഷ്ടപ്പെടും. അപ്പൊ 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 അയാൾ തിരിച്ചും പറയും. അപ്പൊ ഒന്ന് കേൾക്കണം, കേൾക്കുമ്പോ പറയണം, പറയുമ്പോ വീണ്ടും മറ്റൊരാൾ കേൾക്കും, അത് കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയും. ഇങ്ങനെ കേൾക്കുക, പറയുക, കേൾക്കുക, പറയുക, കേൾക്കുക, വലിയ ഒരു 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 വൈബ്രേഷൻ അവിടെ ഡെവലപ്പാണ്. അതെന്താവും? വ്യാപിക്കില്ലേ? ഇനി ഇന്നത്തെ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇതല്ലേ ഇവിടെ സംഭവിച്ചത്? എന്താ സംഭവിച്ചത് നോക്കിക്കേ. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. യുദ്ധരംഗത്ത് കോലാഹലം. ഇതെല്ലാം തുടങ്ങിയത് എവിടെ നിന്നാണ്? ഒരു ശബ്ദത്തിൽ നിന്നാണ്. ഏതാണ് ആ ശബ്ദം? അതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പറയുന്നു, അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനനെ ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖം എടുത്തു ഊതി. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ശംഖം എടുത്ത് ഊതി. ഓക്കെ, ദുര്യോധനനെ ആഹ്ലാദം ജനിപ്പിക്കുന്ന ശബ്ദം. അപ്പോ രണ്ടു തരം ശബ്ദമുണ്ട്. ആഹ്ലാദവും ജനിപ്പിക്കും, ദുഃഖവും ജനിപ്പിക്കും. മനസ്സിലായ? അപ്പോ ഒരാൾ കേൾക്കുന്നത് ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യവുമാണ്, അപ്പൊ ആഹ്ലാദം ഉണ്ടാവും. ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ് കേൾക്കുന്നെങ്കിൽ ദുഃഖം ഉണ്ടാവും. ഇത് രണ്ടും മറ്റൊരാളുടെ വായിൽ നിന്ന് വരാം, അല്ലെ? ഒരാളുടെ വായിൽ നിന്ന് ഒരാളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലും ശബ്ദം ഉണ്ടാക്കാൻ പറ്റും, ദുഃഖം ഉണ്ടാക്കുന്ന രീതിയിലും ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഭീഷ്മന്റെ വായിൽ നിന്ന് വന്ന ശബ്ദം ദുര്യോധനന് സന്തോഷം ഉണ്ടാകും. അതോടുകൂടി ആ ചാപ്റ്റർ തീർന്നോ? ഇല്ല. മനസ്സിലാക്കണം, ഇവിടെ ദുര്യോധനന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഭീഷ്മൻ ശംഖമെടുത്ത് ഊതിയതെങ്കിലും അതിൽ നിന്ന് തിരിച്ചു വരുന്ന റിയാക്ഷൻ ദുര്യോധനന്റെ ഭാഗത്തു നിന്നാണോ? അല്ല. പകരം മറ്റുള്ള ആൾക്കാരാണ് അതിന് റിയാക്ട് ചെയ്തത്. ആരാ റിയാക്ട് ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന മറ്റു പടയാളികൾ അവരവരുടെ ശംഖം എടുത്ത് ഊതാൻ തുടങ്ങി. ഇദ്ദേഹം സന്തോഷിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ദുര്യോധനനെയാണ്, പക്ഷെ റിയാക്ഷൻ വന്നത് വേറെ ചിലരിൽ നിന്നുമാണ്. ഇതെന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിച്ചതുപോലെ അല്ല ഈ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ അച്ഛനമ്മമാര് പറയാം, ആ സൈഡ് പോകണ്ട, അവിടുത്തെ ഒന്നും കേൾക്കാൻ നിൽക്കരുത് എന്ന് പറയും. കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പറയും. പറയുന്നത് ഒരാളാണെങ്കിലും തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് കേട്ടോണ്ടിരിക്കുന്ന മറ്റൊരാളായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ കയ്യിൽ നിയന്ത്രണ വിധേയമാവണമെന്ന് ഇല്ല. ശരിയല്ലേ? അതേപോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾ മാത്രമായിരിക്കില്ല തിരിച്ച് സംസാരിക്കുന്നത്. പകരം ഒരാൾ സംസാരിച്ചു, മറ്റൊരാൾ സംസാരിച്ചു, അത് കേട്ട മറ്റൊരാൾ, അങ്ങനെ അതൊന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അതിന്റെ അർത്ഥത്തിൽ പറയുന്നുണ്ട്, എന്താ? എല്ലാ ദിക്കിലും നിറഞ്ഞതായി കാണപ്പെട്ടു. അങ്ങനെ ആ ഒരു സ്ഥലത്തിൽ നിന്നും 4 ഭാഗത്തും അതിന്റെ വൈബ്രേഷൻ മൂവ് ആവാൻ തുടങ്ങും, അല്ലെ? അപ്പൊ ചെറിയ പ്രശ്നം ഒരു ശബ്ദത്തിലൂടെ വന്ന് അടിപിടിയിൽ കലാശിച്ച് ടീം വർക്കായി ടീമുകളെ കൊണ്ട് അടുപ്പിച്ച് വലിയൊരു ആന ഇഷ്യൂ മാറുന്നത് നമ്മൾ കാണുന്നു. കറങ്ങി തിരിഞ്ഞ് നോക്കുമ്പോൾ അതിന്റെ ഉൽപ്പത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ 1-2 പേരുടെ വാക്ക് തർക്കങ്ങളായി. എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞ വാക്ക് മറ്റേയാൾ കേൾക്കുകയും അയാൾ തിരിച്ച് റിയാക്ട് ചെയ്ത് ഇയാൾ കേൾക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ നടന്നത്. പകരം എന്തായി? അത് കേട്ടോണ്ടിരുന്ന 4 പേരും കൂടെ അതിനകത്ത് കൂടി മൊത്തം അടിപിടിയായി. എന്നതുപോലെ ഇവിടെ ഒരാൾ രണ്ടാളെന്ന് പറഞ്ഞ് അവരവരുടെ യുദ്ധകാഹളങ്ങൾ മുഴക്കി മൊത്തത്തിൽ അവിടെ ഒരു തരംഗമുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഏത് വാക്കുകൾ കേൾക്കണമെന്നും ഏത് വാക്കുകൾ പറയണമെന്നും ആരാണ് തീരുമാനിക്കേണ്ടത്? നമ്മൾ തീരുമാനിക്കും. കൂടുതൽ മോശപ്പെട്ട സ്ഥലത്ത് പോയാൽ കൂടുതൽ മോശ വാക്കുകൾ കേൾക്കുമെങ്കിൽ നമ്മൾ ആ സൈഡ് പോകരുത്, പോകാതിരിക്കും. അപ്പോ ഈ ലോകത്തിൽ ശബ്ദങ്ങൾ 2 തരം ശബ്ദങ്ങളുണ്ട് പ്രധാനമായും. ഒന്ന് ആധ്യാത്മിക ശബ്ദവും ഒന്ന് ഭൗതിക ശബ്ദം. ഭൗതികമായ ശബ്ദങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും ഭൗതികമായ കാര്യത്തിലേക്ക് പിടിച്ച് താഴ്ത്തും. ഇന്ന് ആധ്യാത്മിക ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്നും അടുത്ത നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്തും. ഓക്കെ, അപ്പൊ നമ്മുടെ ആധ്യാത്മികമായ ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കേൾക്കാൻ നമ്മൾ ചെവി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ലോകം മുഴുവനും ശബ്ദങ്ങളാൽ മുഖരിതമാണ്. പക്ഷെ ഒട്ടുമുക്കാലും ഏത് ശബ്ദമാണെന്ന് ചോദിച്ചാൽ ഏത് ശബ്ദമാണ്? ഭൗതികമായ ശബ്ദമാണ്.
അപ്പൊ ഭൗതികമായ ശബ്ദങ്ങൾക്ക് ഭൗതികമായ തുടർ പ്രവർത്തനങ്ങൾ മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഭൗതിക ശബ്ദങ്ങൾക്ക് ഭൗതികമായ തുടർ പ്രവർത്തനങ്ങളെ നമുക്ക് ഒരു പാക്കേജ് ആയിട്ട് തരാൻ പറ്റത്തുള്ളൂ. എന്നാൽ ആധ്യാത്മിക ശബ്ദത്തിന് ഈ ഭൗതികതയിൽ നിന്ന് നമ്മൾ ഉയർത്തിയെടുക്കാൻ കഴിയും, തൂക്കിയെടുക്കാൻ കഴിയും. അപ്പൊ അതിന് ആധ്യാത്മികമായ ശബ്ദങ്ങൾക്കെല്ലാം ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലുള്ള തുടർച്ചയിൽ ദോഷങ്ങൾ വന്നു ചേരാനാണ് ചാൻസ് ഉള്ളത്. ശരിയാണോ? എന്നാൽ ആധ്യാത്മിക ശബ്ദങ്ങൾക്ക് ഈ ദോഷത്തിൽ നിന്ന് നമ്മളെ ഉയർത്തിയെടുക്കാൻ പറ്റും. ഏതൊരു ഡിസ്കഷനും അർത്ഥവത്താവണമെങ്കിൽ അതിന് എന്തും കൂടെ ഉണ്ടായിരിക്കണം, നമ്മുടെ മനസ്സ് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് എന്താവത്തുള്ളൂ, ആ ഡിസ്കഷൻ കുറച്ചുകൂടി അടുത്ത ലെവലിലേക്ക് പോകും. ആണല്ലയോ? ആ. അപ്പോ മനസ്സും ശബ്ദവും തമ്മിൽ കണക്റ്റഡ് ആണ്. മനസ്സും ശബ്ദവും തമ്മിൽ കണക്റ്റഡ്. നമ്മൾ ഒരാൾ നമ്മളെ പേര് വിളിക്കുമ്പോൾ നമ്മൾ നോക്കി ചിരിക്കാൻ കാരണം ആ പറയുന്ന വാക്കുകളിൽ നമ്മുടെ മനസ്സ് നമ്മൾ അർപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ മുഖത്ത് എന്ത് വന്നത്, ചിരി വന്നത്. ശരിയല്ലേ? ഒരാൾ നമ്മളെ നോക്കി ചീത്ത വിളിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ മുഖം ദേഷ്യഭാവത്തിൽ വരും. കാരണം എന്ത്? ആ ശബ്ദത്തിൽ നമ്മുടെ മനസ്സ് അർപ്പിച്ചപ്പോ നമുക്ക് വന്ന വികാരം എന്താണ്? ദേഷ്യമാണ്. അപ്പൊ ശബ്ദത്തിന് മനസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ശബ്ദങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ദേഷ്യത്തിലിരിക്കുമ്പോൾ കുറച്ച് മ്യൂസിക് കേൾക്കുന്നത് നമ്മൾ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലായോ? ശബ്ദവും മ്യൂസിക്കുമായിട്ട്, ശബ്ദവും മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ്. ഓക്കെ, അതാ. അങ്ങനെയാണെങ്കിൽ നല്ല ശബ്ദങ്ങൾ നമുക്ക് നല്ല മനസ്സുഖം തരുന്നു എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? ചീത്ത ശബ്ദങ്ങൾ നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നതും കറക്റ്റ് അല്ലേ? ശരിയല്ലേ? അതാ. നമ്മൾ സനാതന ധർമ്മത്തിന്റെ ആൾക്കാരാണ്. ശരിയല്ലേ? ഭാരതത്തിൽ ജനിച്ച എല്ലാവരും സനാതന ധർമ്മത്തിലാണ്. ഈ സനാതന ധർമ്മത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്നറിയാമോ? നമ്മുടെ ഈ ചുറ്റുവട്ടം ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ എന്ത് ഉണ്ടാവും? നാമജപത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? ഉണ്ടായില്ലയോ? നാമജപത്തിന്റെ മറ്റൊരു പേര് മന്ത്രങ്ങൾ എന്നല്ലേ? മന്ത്രജപം എന്ന് കേൾക്കാറുണ്ട് അല്ലേ? മന്ത്രം എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? മന്ത്രം എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? മാ എന്ന് പറഞ്ഞ മനസ്സ്, ദ്രം എന്ന് പറഞ്ഞ ത്രണനം ചെയ്യുക, ഉയർത്തിയെടുക്കുക എന്നാണ് അർത്ഥം. മന്ത്രജപം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉയർത്തിയെടുക്കൽ എന്നാണ് അർത്ഥം. മന്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ത്രണനം ചെയ്യുക എന്ന്. അപ്പൊ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ മന്ത്രമാകുന്ന ശബ്ദത്തിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും തന്നെ റെഗുലറായിട്ട് മന്ത്രം കേൾക്കുന്ന വ്യക്തികൾക്ക്, മന്ത്രം ഉരുവിടുന്ന വ്യക്തികൾക്ക്, നമ്മുടെ വാ കൊണ്ട് തന്നെ പറയുകയും നമ്മുടെ ചെവി കൊണ്ട് തന്നെ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിനെ ഉയർത്തിയെടുക്കാൻ പറ്റൂലേ? മനസ്സിനെ ത്രണനം ചെയ്യാൻ പറ്റൂലേ? അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഈ ലോകത്തിൽ നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് ഈ ദിവ്യമായ ഈ ശാസ്ത്രത്തിനെ ഈ ലോകത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അല്ല ഇസ്കോൺ കൊണ്ടുവന്ന പരിപാടി അല്ലത്. ഇത് സനാതനധർമ്മം ഉള്ള കാലഘട്ടത്തോളം ഈ പരിപാടിയുണ്ട്. നമ്മുടെ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ ഏറ്റവും എളുപ്പം നമ്മുടെ വാ കൊണ്ട് പറയുന്ന ശബ്ദം നമ്മുടെ തന്നെ ചെവി കൊണ്ട് കേൾക്കുക. അപ്പൊ നമ്മുടെ മനസ്സിനെ അതിനെ ഉയർത്തിയെടുക്കുക. 3 ഇന്ദ്രിയങ്ങളാണ് വർക്ക് ചെയ്യുന്നത്: വാ, ചെവി, മനസ്സ്. ഈ മന്ത്രജപത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജപിക്കും തോറും നമുക്ക് ഉയർച്ച ഉണ്ടാവും. നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ സന്തുഷ്ടനായിരിക്കും, നമ്മുടെ നല്ല ചിന്തകൾ വരും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സയന്റിഫിക് ആയിട്ടുള്ള അറിവ് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ നമ്മൾ തീരുമാനിക്കും. മറ്റുള്ളവർ പറയുന്ന ശബ്ദത്തിൽ നമ്മളെ ചെവി കൊടുക്കാതെ നല്ലത് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മൾ തന്നെ ചെവി കൊണ്ട് കേട്ട് നമ്മുടെ മനസ്സിനെ അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് അട്രാക്ട് ചെയ്യും? നമ്മളിലേക്ക് നല്ലത് അട്രാക്ട് ചെയ്യും, നല്ല ചിന്തകൾ അട്രാക്ട് ചെയ്യും, നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇതാണ് ഇതിനർത്ഥം. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണമെന്ന് ഇസ്കോൺകാർ പറയുന്നതിന്റെ ബേസ് ഈ സയൻസാണ്. മനസ്സിലായോ? സനാതനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നേക്കുമായി ഉള്ളത്, അനാദികാലം മുതൽ ഉള്ളതാണ്, ഇനി ഒരിക്കലും അതിന് അഴിവുമില്ല, എന്നേക്കുമായി നിലനിൽക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് സനാതനം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഞാൻ ഒന്നുകൂടെ പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നത് ആരാണ്? നമ്മളാണ്. ആ വാക്ക് ആദ്യം കേൾക്കുന്നത് ആരാണ്? അത് നമ്മളാണ്.
നമ്മൾ ജപിക്കുന്ന വാക്ക്, നമ്മൾ കേൾക്കുന്ന വാക്ക്, ഇതിലെ മനസ്സാകുന്ന ഒരു ശ്രദ്ധയും കൂടെ വന്നാൽ അവിടെ നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. വാക്കുണ്ട്, ചെവിയുണ്ട്, മനസ്സുമുണ്ട്. അപ്പൊ അവിടെ ആ സമയത്ത് എന്ത് ആ വൈബ്രേഷൻ എന്താണ്? ഭഗവാൻ പറയുന്നുണ്ട്, വൈബ്രേഷനിൽ കലിയുഗത്തിൽ പ്രത്യേകിച്ച് ഭഗവാൻ അവതരിക്കുന്നത് നാമരൂപേണയാണ്. ഏത് രൂപേണ? ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്നിഹിതനായി ഈ ഭൗതിക ലോകത്തിലുള്ളത്. ഇപ്പൊ നമ്മൾ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? കൃഷ്ണനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അവിടെ എന്തേ ഉണ്ടാവത്തുള്ളൂ? ഭൗതികത ഉണ്ടോ? ഇല്ല. പ്യൂർലി ആധ്യാത്മികമാണ്. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് വൈകുണ്ഠത്തിലാണ്, ഗോലോക വൃന്ദാവനത്തിലാണ്, ഭഗവാന്റെ ഒപ്പമാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എന്തേ അട്രാക്റ്റ് ആവത്തുള്ളൂ? ഭഗവാന്റെ ഒപ്പം നിന്നാൽ നമുക്ക് എന്തേ ആവത്തുള്ളൂ? അസുരന്മാർക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റുമോ? ദുഷ്ടന്മാർക്ക് നമ്മളെ അടുക്കാൻ പറ്റുമോ? ദോഷങ്ങൾ നമ്മളെ അടുത്ത് വരുമോ? ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും എന്ത് വൈബ് ഉണ്ടാവും? ഈ പറഞ്ഞ ഒരു വൈബ്രേഷനും. മനസ്സിലായോ? ഒരാൾ പണ്ട് ചീത്ത വിളിച്ചു, അയാൾ ഇന്ന് കണ്ടാലും അയാൾ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒന്ന് ഒരഞ്ഞു നിൽക്കാൻ നമുക്ക് തോന്നുമോ? നമ്മളൊന്ന് മാറി നിൽക്കാനേ നമുക്ക് തോന്നത്തുള്ളൂ. ആണോ അല്ലയോ? കാരണം അന്നത്തെ ശബ്ദത്തിന് ഇന്ന് എഫക്റ്റ് ഉണ്ട്. ആണോ അല്ലയോ? ആണോ അല്ലയോ? അങ്ങനെയാണ് എന്നും ജപിക്കുന്ന നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. എന്നോ ഒരാൾ ചീത്ത വിളിച്ചതിന്റെ വൈബ്രേഷൻ അയാൾ ഇന്ന് കാണുമ്പോഴും നമുക്ക് ആ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്, ദേഷ്യമാകുന്ന വൈബ് അല്ലേ? എന്നാൽ എന്നും ജപിക്കുന്ന ആളിന്റെ വൈബ് എങ്ങനെയായിരിക്കും? ഇത് വേറെ ലെവലല്ലേ? അതാ ഇനി സയന്റിഫിക് ആയിട്ട് പറയാം. ഇന്നത്തെ കാലത്ത് ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു ശാസ്ത്ര ശാഖയുടെ പുറകെയാണ് ആൾക്കാർ. കേൾക്കുന്നുണ്ടോ? ഇതിൽ പറയുന്നത് നമ്മൾ എന്നും ഉച്ചരിക്കുന്ന വാക്ക് നമ്മളെ സ്വാധീനിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഭാഗവതത്തിന്റെ ചർച്ചകൾ തന്നെയാണ് അവിടെ പറയുന്നത്. പക്ഷെ ഭാഗവതം എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കും. പകരം എന്ത് പറയും? അഫർമേഷൻ എന്നാണ് അവര് ചെല്ല പേരിട്ട് വിളിക്കുന്നത്. എന്നും പറയുന്ന വാക്കിന്റെ പേരെന്താ? അഫർമേഷൻ. നമ്മൾ എന്താണോ ആവേണ്ടത് അത് ആയി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വർത്തമാന സെന്റൻസിൽ ഞാൻ അതീവ സമ്പന്നനാണ്, ഞാൻ അതീവ സമ്പന്നനാണ് എന്ന് നമ്മൾ തന്നെ വാഗൊണ്ട് പറഞ്ഞ് നമ്മുടെ തന്നെ ചെവി കൊണ്ട് കേട്ട് നമ്മുടെ മനസ്സിനെ അത് വിശ്വസിപ്പിച്ചെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ആകർഷിക്കപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇത് ബേസിക്കലി ഈ മന്ത്രജപത്തിന്റെ കോപ്പി പേസ്റ്റ് ആണ്. കോപ്പി എടുത്താണ് അവര്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ആരാണ് കൊണ്ടുപോയത്? വിദേശികളാണ് കൊണ്ടുപോയി. പക്ഷെ സനാതന ധർമ്മത്തിൽ ഉള്ള കാര്യമാണ് ഇതെല്ലാം. ഓക്കെ, അതാണ്. അപ്പൊ ലാ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതില് അഫർമേഷൻ എന്നുള്ളതും ഞാൻ ഈ പറയുന്ന ഇന്നത്തെ ഈ വിഷയമായിട്ട് കണക്റ്റഡ് ആണ്. ശബ്ദങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ള ഈ സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ശബ്ദങ്ങളും സിമിലർ ശബ്ദങ്ങളും ഒക്കെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ ശംഖ് ഊതിയപ്പോൾ അതേപോലെ മറ്റൊരാളെ ശംഖ് ഊതി, അതിനെ കണക്ട് ചെയ്ത് കാഹളം ഊതി, അല്ലെ? ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കും. അപ്പൊ നമ്മൾ എന്താണോ വെളിയിലോട്ട് കൊടുക്കുന്നത് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെല്ലാം ഇങ്ങോട്ടും കൂടെ നമുക്ക് ആകർഷിക്കപ്പെടും. നമ്മൾ അങ്ങോട്ട് എന്താണോ പറയുന്നത് അത് വൺ വേ ട്രാഫിക് അല്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മൾ കേൾക്കുകയും കൂടെ ചെയ്യും. അപ്പൊ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും. അപ്പൊ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് ഇങ്ങോട്ടും കിട്ടും. നമ്മൾ ഒരാളെ നോക്കി ചീത്ത വിളിച്ചാൽ അയാൾ തിരിച്ചും എന്തേ വിളിക്കൂ? ചീത്തയെ വിളിക്കും. നമ്മൾ ഒരാളെ നോക്കി സ്നേഹപൂർവ്വം സംസാരിച്ചാൽ അയാൾ നമ്മളെ നോക്കി സ്നേഹപൂർവ്വമേ സംസാരിക്കും. എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്കും കിട്ടുന്നത്. ഇതാണ് ലാ ഓഫ് അട്രാക്ഷന്റെ മറ്റൊരു ഫിലോസഫി. അത് എവിടെയുള്ളതാണ്? ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളതിനെ അവർ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. മനസ്സിലാക്കണം. ഓക്കെ, അതാണ്. അടുത്തത് മനസ്സുകൊണ്ടല്ല, വാ കൊണ്ട് ഉറച്ച് ജപിക്കണം. ചെവി കൊണ്ട് അത് കേൾക്കണം, മനസ്സുകൊണ്ട് അത് ഫോക്കസ് ചെയ്യണം. മനസ്സിൽ ജപിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഉറക്ക തന്നെ പറയണം. ഉറക്ക പറയണം, ചെവി കൊണ്ട് കേൾക്കുകയും വേണം. അത് 4 പേര് കേൾക്കുകയും വേണം. അങ്ങനെയാണ് ജപിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ലാ ഓഫ് അട്രാക്ഷന്റെ നിയമം അനുസരിച്ച് ഇത് സയന്റിഫിക് ആയിട്ട് നമ്മുടെ മന്ത്രജപത്തിന്റെ ആ ഒരു ലെവലിനെയാണ് അഫർമേഷൻ എന്നുള്ള രീതിയിൽ അവർ മാറ്റി പറയും. ഓക്കെ, അതാ. ഇനി അടുത്തത് ഉത്തമ ശ്ലോക എന്നാണ് പറയുന്നത്. നമ്മുടെ ഭാഗവതം, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങളിലുള്ള ശ്ലോകത്തിന്റെ പേരെന്താണ്? ഉത്തമ ശ്ലോകം എന്നാണ്. ഉത്തമ ശ്ലോകം. ഉത്തമം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തമം, നല്ലത്, നല്ല ശ്ലോകം. ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ ഉത്തമമായ റിസൾട്ടും കിട്ടും. കാരണം എന്ത്? അതിനകത്തെല്ലാം എന്താണ്? ഉത്തമമാണ്. ഉത്തമ ശ്ലോകം എന്നാണ് പറയുന്നത്. ഭഗവത്ഗീത ഉപദേശിച്ചിരിക്കുന്ന ആരാണ്? പരമ ദിവ്യ ഉത്തമ പുരുഷനാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ സൗണ്ട് വൈബ്രേഷൻ ഈ ലോകത്തിന് നന്മ ചെയ്യോ ദോഷം ചെയ്യോ? പറയും. ഈ ശബ്ദം ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ്. ആണല്ലോ? ആണ്. അദ്ദേഹത്തിന്റെ
സ്ഥാനം എന്താണ്? പരമ ദിവ്യ ഉത്തമ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് ഭഗവത്ഗീത, ഭാഗവത ഗ്രന്ഥങ്ങളെല്ലാം. സംസ്കൃത വചനങ്ങളെല്ലാം ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ ശബ്ദം എത്രത്തോളം റിപ്പീറ്റ് ചെയ്യോ, അത് റിപ്പീറ്റ് ചെയ്യുന്ന ആളിനും കേൾക്കുന്ന ആളിനും ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണമേ ചെയ്യൂ. പരമ ദിവ്യ ഉത്തമ പുരുഷനാണത് പറഞ്ഞത്. ഭഗവാന്റെ മറ്റൊരു പേര് പുരുഷോത്തമൻ എന്നാണ്. എന്താ? പുരുഷന്മാരിൽ ഉത്തമനായ ദിവ്യ ഉത്തമ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. പരമ ദിവ്യ ഉത്തമ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകളാണ് ഭഗവത്ഗീത. ആ വൈബ്രേഷൻ നമ്മൾ കേട്ടാൽ നമുക്ക് ഗുണം കിട്ടോ ദോഷം കിട്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിരിച്ചുള്ള ഡിസ്കഷൻ എങ്ങനെ ആയിരിക്കും? ദിവ്യമായിരിക്കും, അല്ലേ? അതാണ്. ഓക്കെ. ഭഗവാന്റെ മറ്റൊരു പേര് പുരുഷോത്തമൻ എന്നാണ്. പുരുഷന്മാരിൽ ഉത്തമൻ. അപ്പൊ നമ്മൾ ഉപദേശം സ്വീകരിക്കുകയാണെങ്കിൽ ആരിൽ നിന്ന് സ്വീകരിക്കണം? ഉത്തമന്മാരിൽ നിന്ന് സ്വീകരിക്കണം. അതിൽ തന്നെ പുരുഷന്മാരിൽ ഉത്തമൻ എന്ന് പറയുമ്പോൾ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആരാ അത്? വേറെ ലെവലാ, അല്ലേ? അതാണ് ഭഗവത്ഗീത. അദ്ദേഹം തന്ന ഉപദേശമാണ് ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീതയിലുള്ള ഓരോ ശ്ലോകവും നമ്മൾ ചാന്റ് ചെയ്യുമ്പോൾ, നമ്മളത് കേൾക്കുമ്പോൾ, നമ്മളത് പറയുമ്പോൾ, നമ്മൾ അതിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ, നമ്മൾ അവിടെ ഇരിക്കുന്ന വൈബ്രേഷൻ സ്പിരിച്വൽ വൈബ്രേഷൻ ആണോ ഭൗതിക വൈബ്രേഷൻ ആണോ? സ്പിരിച്വൽ വൈബ്രേഷനാണ്. മനസ്സിലാ? അപ്പൊ അത് ഈ ലോകത്തിന് ഉത്തമമായ റിസൾട്ട് നൽകും. അപ്പൊ നമ്മൾ ഈ ലോകത്തിന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവത്ഗീത ശ്ലോകങ്ങൾ ഉരുവിടണം. അത് 4 പേര് പറയണം. കാരണം ഇത് കംപ്ലീറ്റ് എന്താണ്? വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻ ആണ്. ഉത്തമമായ വൈബ്രേഷൻസ് ആണ്, ഉത്തമ ശ്ലോകങ്ങളാണ്. അപ്പൊ ഉത്തമമായ റിസൾട്ട് അവിടെ ആകർഷിക്കപ്പെടും. ഈ പ്രകൃതി അങ്ങനെയാണ്. എന്താണോ നമ്മൾ ശബ്ദത്തിൽ പറയുന്നത് ആ ശബ്ദമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമുക്ക് ആകർഷിക്കും. നല്ല വാക്ക് പറഞ്ഞാൽ നല്ലത് ആകർഷിക്കപ്പെടും. ചില ആൾക്കാർ കൊണ്ട് നെഗറ്റീവേ പറയൂ. എന്താ പറയൂ? നെഗറ്റീവേ അവർക്ക് ആകർഷിക്കാൻ പറ്റത്തുള്ളൂ, വരത്തുള്ളൂ. പോസിറ്റീവ് മാത്രം പറയുന്ന ആളിന് എന്തേ വരത്തുള്ളൂ? പോസിറ്റീവ്. അതാണ് ശ്രീമദ് ഭാഗവതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭാഗവതം മൊത്തം 116 പ്രയർ, പ്രധാനമായിട്ടും പ്രയർ ഉണ്ട്. 116 പ്രയറാണ്. ഈ 116 പ്രയറിലും ഒരു ശ്ലോകം ഇങ്ങനെ ഉണ്ടാവും. എങ്ങനെ? ഭഗവാനെ എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയണം. എന്താ? എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഭഗവാനെ എനിക്ക് അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയണമേ എന്നാണ് പ്രാർത്ഥന, പ്രയർ. മനസ്സിലായോ? അപ്പോ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ 3 കൊണ്ടും പാപം ചെയ്യാൻ പറ്റും. മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് പാപം ചെയ്യാൻ പറ്റും. പറ്റൂലേ? അതേപോലെ ഈ 3 കൊണ്ട് ഈ ലോകത്ത് നന്മയും ചെയ്യാൻ പറ്റും. മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവർത്തിക്കും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മളിലേക്ക് ആകർഷിക്കും. നമ്മൾ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവർത്തിക്കൊണ്ട് ഒരു ദ്രോഹമാണ് ചെയ്തെങ്കിൽ ആ ദ്രോഹം നമ്മളിലേക്ക് ആകർഷിക്കും. കൊടുക്കുന്നത് കിട്ടും. നമ്മൾ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവർത്തിക്കൊണ്ട് നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചു എന്തേ വരുള്ളൂ? നന്മ വരുള്ളൂ. ഉദാഹരണത്തിന് ഇന്നത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ശംഖാണ് ആര് ഊതിയത്? ഭീഷ്മദേവൻ ഊതിയത്. തിരിച്ച് അത് കേട്ടിട്ട് മറ്റുള്ളവർ ഊതി. എന്താ? ശംഖ് ഊതി. ശംഖ് ശബ്ദം ഉണ്ടാക്കുന്ന സാധനമാണ്. എന്നാൽ അതേപോലെ നാച്ചുറലുള്ള മറ്റൊരു സാധനം കൂടെ ഊതി. ഏതാ? ചെണ്ട, കാഹളം, മദ്ദളം എല്ലാം തിരിച്ചാണ് വന്നത്. കൊടുത്തത് 1, തിരിച്ചു കിട്ടിയത് എത്ര? 1, 2, 3, 4 തിരിച്ചു കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 1 കൊടുത്താൽ 4 തിരിച്ചു വരും. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്ന വൈബ്രേഷൻ അനുസരിച്ച് നമുക്ക് അതിന്റെ 4 ഇരട്ടിയെങ്കിലും തിരിച്ചും കിട്ടും. അപ്പൊ നെഗറ്റീവാണ് നമ്മൾ ലോകത്തിന് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് നമുക്ക് അതേപോലെ നെഗറ്റീവേ ഇങ്ങോട്ടും കിട്ടത്തുള്ളൂ. ശരിയല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു കർഷകനാണ്. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് എനിക്ക് നല്ല വിളവ് കിട്ടണം. അപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ വിളവ് നല്ലതാവണമേ. ഓക്കെ. എന്നിട്ട് നൈസ് അപ്പുറത്ത് എത്തി നോക്കി. അപ്പൊ അപ്പുറത്തവന്റെ വിളയിലും നല്ല വിളവ് ഉണ്ട്. ഉടനെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അത് നശിച്ചു പോട്ടെ, പകരം എന്റേത് മാത്രം നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെച്ചോ. അത് സയന്റിഫിക് ആയിട്ട് അത് നടക്കുന്ന കാര്യമാണോ? അത് നശിച്ചെന്ന് വെച്ചോ. അത് നശിക്കുമ്പോൾ അതിലോ ഏതെങ്കിലും ഒരു കീടം വന്ന് അതിനെ ഇല്ലാതാക്കിന്ന് വെച്ചോ. ആ അതിർത്തിയുടെ അപ്പുറം മാത്രമേ ആ കീടം ഉപദ്രവിക്കൂ എന്നുണ്ടോ? കീടത്തിന് ഏതാ അതിർത്തി? കീടം അതിനെ ഉപദ്രവിച്ച് നശിപ്പിച്ചിട്ട് അടുത്ത ചാർണത് എവിടെ? നമ്മുടെ. അപ്പൊ അത് നശിച്ചാൽ ഇതും നശിക്കും. എന്നാൽ അവിടെ നല്ല വിളവ് കിട്ടുന്ന വെച്ചോ. സ്വാഭാവികമായിട്ടും അതിൽ പരാഗണം നടത്തിയ
അതേ പൂമ്പാറ്റകളായിരിക്കും ഇവിടുത്തെ ചെടിയിലും പരാഗണങ്ങൾ നടത്തുന്നത്. അപ്പൊ അവിടുത്തെ അതേ ശക്തമായ വിളവ് ഇവിടെയും കിട്ടും. അപ്പൊ അവിടെയും നല്ലത്, ഇവിടെയും നല്ലത്. അത് നല്ല, അവിടെ ചീത്ത, ഇവിടെ നല്ലത്. അത് അങ്ങനെ കിട്ടോ? അതും നല്ലത്, ഇതും നല്ലത് ആവാം. അതും ചീത്തയായ ഇതും ചീത്തയാവും, അതും ആവാം, അല്ലെ? അല്ലാതെ ഇത് മാത്രം നല്ലത്, അത് മാത്രം ചീത്ത, സയന്റിഫിക് ആയിട്ട് അത് പോസിബിൾ ആണോ? അല്ല. മനസ്സിലായോ? എന്നതുപോലെ നമുക്ക് വേണമെങ്കിൽ നല്ലത് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ചീത്ത സ്പ്രെഡ് ചെയ്യാം. രണ്ടും കൂടെ പറ്റൂല. മനസ്സിലായോ? അപ്പൊ നമ്മള് ഉരുവിടുന്ന ശബ്ദങ്ങൾ പോസിറ്റീവ് ആയാൽ തിരിച്ചു വരുന്നതും പോസിറ്റീവ് ആയിരിക്കില്ലേ? നെഗറ്റീവ് ആണെങ്കിൽ തിരിച്ചു വരുന്നതും നെഗറ്റീവ് ആയിരിക്കും. ഇതിനെയാണ് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ വാ കൊണ്ട് പറയുന്നത് എന്തേ പാടുള്ളൂ? പോസിറ്റീവ് മാത്രമേ സംസാരിക്കൂ. നെഗറ്റീവ് ആണെങ്കിൽ മിണ്ടരുതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നെഗറ്റീവ് മിണ്ടാതിരിക്കണമെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഒരു ദിവസം പറയും. അപ്പൊ മനസ്സിൽ പോലും അത് വരാതെ ആക്കുന്നതാണ് അതാ. മനസ്സിലുണ്ടെങ്കിൽ വാ കൊണ്ട് അത് പൊട്ടി മുളയ്ക്കും, വെളിയിൽ വരും. വാ കൊണ്ട് മനസ്സുകൊണ്ട് എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ കൈ കൊണ്ടും നാളെ ചെയ്യുക തന്നെ. അപ്പൊ മനസ്സിൽ ഒരു കാര്യം വന്നാൽ അത് വായിലൂടെ പുറത്തു വരും. വായിലൂടെയും മനസ്സിലൂടെയും പുറത്തു വന്ന കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലും സ്പ്രെഡ് ആവുക തന്നെ ചെയ്യും. അപ്പൊ ഒരു നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ആദ്യം ഉദ്ഭവിക്കുന്നത് ഒരാളുടെ മനസ്സിലാണ്. പിന്നെ അത് വാക്കാൽ വെളിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അത് പ്രവൃത്തി പറ്റി കൊണ്ടുപോകും. ചീത്തയാണെങ്കിലും അത് ഉരുവാകുന്നത് ആദ്യം എവിടെയാണ്? അത് മനസ്സിലാണ്. പിന്നെ അത് വാക്കാൽ പുറത്തു വരും. പിന്നെ അത് പ്രവൃത്തിയിലേക്ക് വരും. ഓക്കെ. IPCയിൽ മെൻസ്രിയ എന്ന് പറയും. മെൻസ്രിയ ഒരു 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 ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ ഒരു മന ഒരുക്കം ഉണ്ടെന്നാണ് പറയുന്നത്. മന ഒരുക്കത്തോടുകൂടി ഒരു ക്രൈം ചെയ്താൽ അതിന് ശിക്ഷ കൂടുതലാണ്. എന്നാൽ അബദ്ധത്തിൽ ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷ കുറവാണ്. അപ്പൊ മനസ്സ് അർപ്പിച്ച ഒരു കാര്യം ചെയ്താൽ ശിക്ഷ കൂടുതലാണ്. അതാണ്. അതെ 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 മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ, മനഃപൂർവ്വമായ നരഹത്യ. പ്ലാൻ ചെയ്യുന്നത് മനഃപൂർവ്വമായ നരഹത്യം. മനഃപൂർവ്വം അല്ലാതെ അറിയാതെ കൈകാലിട്ട് അടിച്ചപ്പോൾ എവിടെയോ ഒരാൾ കൊണ്ട് മരിച്ചു. കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് അത് പറയുന്നത്. മറ്റേതാകുമ്പോൾ മർഡർ എന്നാണ് പറയുന്നത്. ഒന്നിൽ മർഡർ എന്ന് പറഞ്ഞാൽ മനസ്സും കൂടെ ഉണ്ട്, ഉദ്ദേശത്തോടും കരുതലോടും കൂടി ചെയ്ത പ്രവൃത്തിയാണ്. എന്നാൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ മനസ്സില്ലായിരുന്നു, എന്നാൽ അറിയാതെ കൈതട്ടി അയാൾ മരണപ്പെട്ടു. 302, 304 സെക്ഷൻ അനുസരിച്ച്. ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പോ അതിന് ശിക്ഷ വേറെയാണ്. മർഡറിന് എന്തുണ്ട്? തൂക്കിക്കൊല്ലലുണ്ട്. എന്നാൽ കൾപ്പബിൾ ഹോമിസൈഡിന് തൂക്കിക്കൊല്ലലില്ല, ജീവപര്യന്തം കഠിന തടവേ ഉള്ളൂ. കാരണം എന്താ? മനസ്സില്ലാതെ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. തെറ്റിന് പനിഷ്മെന്റ് ഉണ്ട്. എന്നാൽ അറിഞ്ഞു ചെയ്യണതോ അറിയാതെ ചെയ്യണതും തെറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പൊ മനസ്സുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചാൽ മറ്റുള്ളവന് മാത്രമല്ല നന്മ വരുന്നത്, നമുക്കും നന്മ വരും. മനസ്സുകൊണ്ട് മറ്റുള്ളവരൊരു ദ്രോഹം വേണം എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്താൽ ആ ദ്രോഹം അവന് മാത്രമല്ല കിട്ടുന്നത്, ആ ദ്രോഹം നമുക്കും കൂടെ കിട്ടും. എന്റെ ഗുരുമാരായി പറയാറുണ്ട്, ഒരാളെ പിടിച്ച് കുഴിയിൽ ഇറക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവന് വേണ്ടി ഒരു കുഴി എടുക്കണം. കുഴി എടുക്കണ്ടേ? അപ്പൊ ആ കുഴി എടുത്ത് ഇപ്പൊ കുഴിക്കകത്ത് ആരാണ് ഇപ്പൊ ഉള്ളത്? എടുത്തോണ്ടിരിക്കുന്നത് നമ്മളാണ്. ഇപ്പം ആൾറെഡി കുഴിക്കകത്ത് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അവനെ വിളിച്ച് ഇതിനകത്ത് ഇറക്കിയാലേ അവൻ വരത്തുള്ളൂ. പക്ഷെ അവൻ വരും മുമ്പ് ആര് കുഴിയിലായി കഴിഞ്ഞു? നമ്മൾ. അപ്പൊ മറ്റുള്ളവനെ കുഴി ഇറക്കും മുമ്പ് നമ്മൾ തന്നെ കുഴിക്കകത്ത് ആയിപ്പോവും. അതിനേക്കാളും നല്ലത് ആരും കുഴിയിലകത്ത് വേണ്ട. അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റണമെങ്കിൽ മറ്റുള്ളവനെ കുഴി ഇറക്കാൻ വിചാരിക്കരുത് എന്നാണ് എന്റെ ഗുരുമാരായി പറയുന്നത്. ഓക്കെ. അതിനുവേണ്ടി പറയുന്ന ടെക്നിക്ക് വെച്ചാൽ നോ കൗണ്ടർ ആക്ഷൻ ഈസ് ദ ബെസ്റ്റ് കൗണ്ടർ ആക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിന്റെയും തുല്യ പദവിയിലുള്ള തുല്യ അളവ് പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂട്ടന്റെ തേർഡിലാ പറയുന്നത്, അല്ലെ? ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെതായ തുല്യ അളവിലുള്ള പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ്, അല്ലെ? അപ്പൊ ഏതൊരു പ്രവർത്തിക്കും പ്രതിപ്രവർത്തനം ഉണ്ട്. നോ കൗണ്ടർ ആക്ഷൻ ഈസ് ദ ബെസ്റ്റ് കൗണ്ടർ ആക്ഷൻ എന്റെ ഗുരുമാരായി പറയും. നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്തെന്ന് അറിയാമോ? എന്താണ് ശിക്ഷ? നമ്മൾ എപ്പോഴും അയാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അയാളെ കുറിച്ച് മോശം 4 പേരോട് പറഞ്ഞു കൊണ്ടുവരും. അവസരം കിട്ടുമ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവനെ ഒരു തള്ളി ഉപദ്രവിക്കുകയും ചെയ്യും. ഇല്ലേ? ഇതല്ലേ നമ്മൾ ചെയ്യണേ? അപ്പൊ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മൾ അയാൾക്കെതിരെ ദോഷം ചെയ്തുകൊണ്ടേയിരിക്കും. കറങ്ങി തിരിഞ്ഞ് ഈ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ആ ശത്രു നമ്മളെക്കാളും വലിയ ശത്രുവായി എന്നും നമ്മുടെ ഫ്രണ്ടിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അതിനുള്ള റിസൾട്ട്. എന്നാൽ നമ്മുടെ ഗുരുമാരാ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായും അയാളുടെ കാര്യം ആരുടെ ഏൽപ്പിച്ചോണം? ഭഗവാനെ സമർപ്പണം ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ജോലി നോക്കിപ്പോ. നമ്മുടെ മനുഷ്യ ജന്മത്തിലെ വിലപ്പെട്ട 1 സെക്കൻഡ് പോലും
ഈ ദുഷ്ടന് വേണ്ടി ചിന്തിക്കാൻ പോലും നമ്മൾ ഉപയോഗിക്കും. ചിന്തിക്കുകയോ ആ ദുഷ്ടനെ വേണ്ടി കുറിച്ച് പറയുകയോ ആ ദുഷ്ടനായി സംബന്ധിക്കുന്ന ഒരു വിഷയം ചെയ്യുകയോ ചെയ്യാതെ പൂർണ്ണമായും നമ്മുടെ പുരുഷായുസിന്റെ മനുഷ്യായുസിന്റെ 1 സെക്കൻഡ് പോലും ആ ദുഷ്ടന് വേണ്ടി ചെലവാക്കാതിരിക്കുന്നതാണ് അയാൾക്കുള്ള ഏറ്റവും വലിയ പണിഷ്മെന്റ്. 1. 2, നമ്മൾ ഒരു പണിഷ്മെന്റ് കൊടുത്താൽ ഭഗവാൻ അതിന് പണിഷ്മെന്റ് കൊടുക്കോ? കാരണം അയാൾക്കുള്ള പണിഷ്മെന്റ് നമ്മൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഭഗവാൻ അതിനകത്ത് ഇടപെടില്ല. മനസ്സിലായോ? അപ്പൊ അയാൾക്ക് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ നല്ല പണിഷ്മെന്റ് ആര് കൊടുക്കും? നമ്മളെക്കാൾ ബുദ്ധിയുള്ള ഭഗവാൻ കൊടുക്കുമെങ്കിൽ ആ ജോലി അദ്ദേഹം തന്നെ ചെയ്യണതല്ലേ നല്ലത്? നമ്മൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ പോണോ? ചിത്രഗുപ്തന്റെ അടുത്ത് കണക്ക് എഴുതാൻ വിട്ടുപോകല്ലേ, ഇങ്ങനെ ഒരു തെമ്മാടിത്തനം കാണിച്ചിട്ടുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി ചിത്രഗുപ്തനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ചിത്രഗുപ്ത അത് എഴുതിക്കോളും അല്ലേ? എന്താണോ ചിത്രഗുപ്ത എഴുതിയത് അത് നോക്കി യമരാജൻ കറക്റ്റ് പണിഷ്മെന്റ് കൊടുത്തോളൂ. ആ ജോലിയുടെ ഏജന്റ് ആയിട്ട് ആര് പ്രവർത്തിക്കേണ്ട? നമ്മൾ പ്രവർത്തിക്കും. മനസ്സിലെ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ചിന്തിക്കരുത്, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്, നെഗറ്റീവായുള്ള പ്രവൃത്തി നമ്മൾ ഏർപ്പെടുത്തി. കാരണം ഇതൊക്കെ ആരെ തന്നെയാണ് പിടിച്ച് അകത്തിടുന്നത്? വെളിയിലുള്ള ആളിനല്ല, നമ്മൾ തന്നെയാണ് പിടിച്ചകത്തുന്നത്. ഇതാണ് സയന്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ സനാതന ധർമ്മത്തിന്റെ ആൾക്കാർ ഏതൊരു കാര്യവും നമ്മൾ എടുത്തെടുത്ത് പറയും. എന്താണ്? ഈ ലോകത്തിന് നന്മ മാത്രം ഉണ്ടാകട്ടെ, ഈ ലോകത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും നന്മയുണ്ടാവട്ടെ, എല്ലാവർക്കും ആനന്ദവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയും. അതിന് നമ്മൾ എപ്പോഴും ഉച്ചരിക്കുന്ന മനോഹരമായ ശ്ലോകം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സർവ്വ ആൾക്കാർക്കും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. അതനുസരിച്ചുള്ള സൗണ്ട് വൈബ്രേഷൻ നമുക്ക് പ്രകടിപ്പിക്കാൻ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു. അതെ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഇന്ന് ശരിക്കും ഇന്നത്തെ ക്ലാസിന്റെ ലിങ്ക് ഗ്രൂപ്പിലൊന്നും ഇടാൻ പറ്റിയില്ല. ദയവായി ക്ഷമിച്ചാലും അടുത്ത പ്രാവശ്യം മുതൽ എല്ലാ ക്ലാസിന്റെ ലിങ്കും ഞാൻ കറക്റ്റായിട്ട് അയക്കുന്നതാണ്. എന്നിട്ട് കൂടി ഈ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞ് കയറിയ ഓൺലൈൻ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാ ഞായറാഴ്ചയും 9 മുതൽ 10 മണി വരെ നമുക്ക് സെയിം ലിങ്കിൽ തന്നെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു പക്ഷെ ഒരാഴ്ച ക്ലാസ്സിന് ലിങ്ക് അയക്കാൻ വിട്ടുപോയാലും നിങ്ങൾ ഇതുപോലെ കയറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ഇന്ന് ക്ലാസ്സിൽ കയറിയ ആൾക്കാർ ആരാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ട സർവീസ് തരാൻ വേണ്ടി അവരുടെ ഫോൺ നമ്പർ വാട്സപ്പിലൂടെ എനിക്ക് അയച്ചു തരിക. പേരും സ്ഥലവും എന്നെ അറിയിക്കുക. എന്റെ ഫോൺ നമ്പർ ഇതാണ്, ദയവായി നിങ്ങൾ നോട്ട് ചെയ്യുക. 8891916108 8891916108. അതേപോലെ നമുക്ക് ഈ ഭഗവത്ഗീത ക്ലാസ് 1-ാം അധ്യായം 1-ാം ശ്ലോകം മുതൽ തുടങ്ങിയ ഈ ക്ലാസ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഭയചരണം TV എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അഭയചരണം TV എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിലുള്ള ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ് കേൾക്കുക. വേറെയും ഒരുപാട് ഭക്തന്മാരുടെ ക്ലാസ്സുകളും ഈ അഭയചരണം യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വളരെ സന്തോഷം. വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ സത്സംഗം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാ ആഴ്ചയും ഞായറാഴ്ച 9 മുതൽ 10 മണി വരെ നമുക്ക് ഒരുമിച്ച് പോകാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.